അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളന്ന് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഒരു സ്ത്രീ അവര് അവര് അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോൾ അതില് എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ അതിന്റെ ഇസ്ലാമികപരമായ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, അവർ പറഞ്ഞതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്നൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്വർഗത്ത് പോണ്ടേ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മള് തട്ടമൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥിരം കേൾക്കുന്നത്. അങ്ങനെ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയിലായിട്ടല്ല. അപ്പൊ ആ ഇതാവുമ്പോ എന്നോട് എപ്പോഴും ചോദിക്കുന്ന അനക്ക് മരിച്ചു പോവേണ്ട കുട്ടി എന്നുള്ളത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്. ഞാൻ അപ്പൊ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും തറതല എന്നൊക്കെ പറയുന്ന പോലെ പറയാറുണ്ട്. ഞാൻ വായിച്ച ഖുറാനിലും ഇതിലൊക്കെ സ്വർഗം ഇറ്റ്സ് ഓൾവേസ് മെന്റ് ഫോർ മെൻ. അവിടെ നിത്യകന്യകകളായ അപ്സരസുകളോ അല്ലെങ്കിൽ ഹൂറിമാരും ഒക്കെ ഉണ്ട്. ഒരിക്കലും കന്യകാത്വം പോവാത്ത ഹൂറിമാര്, തലക്ക് പിടിക്കാത്ത മദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. എനിക്കാണെങ്കിൽ മദ്യത്തിനോട് ഇതുവരെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല, ഹൂറിമാരോടും തോന്നിയിട്ടില്ല. എന്താണെന്നറിയില്ല. സ്ത്രീകൾക്കാണെങ്കിൽ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഭർത്താക്കന്മാർ ആരാണോ സ്വർഗത്തിൽ പോയാലും ഇതേ ഭർത്താവിനെ കിട്ടുന്നതാണ്. എന്തിനാ കഷ്ടപ്പെടുന്നത്? വൺ ലൈഫ് ഇറ്റ്സ് ഇനഫ്. സോ ഐ തോട്ട് ഐ എം നോട്ട് മച്ച് enchanted by this idea of this സ്വർഗം. അപ്പോൾ നല്ലൊരു രസമുള്ള ഒരു വോയിസ് അല്ലേ, നല്ല രസമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതിലിപ്പോ നമുക്ക് ഫുഹാദ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും മൈക്കിന് പാസ് ചെയ്ത് പോവാം. അല്ല ഫുഹാദ്, ഇവർക്ക് ഖുർആൻ വായിച്ചു എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ സ്വർഗത്തിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുന്ന കാര്യത്തെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സത്യത്തില് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ? ഏറ്റവും മിനിമം അതാണ് ഇതിൽ ഏറ്റവും തമാശ. കാരണം ഇവര് ഖുർആൻ വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്ന ആൾക്കാർക്ക് അള്ളാഹു ചില ആൾക്കാരെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖദർ അള്ളാഹു ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയിട്ടില്ല എന്ന്. കാരണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പലയിടത്തായിട്ട് പറയുന്നുണ്ട്, വലാ യദ്ലിമു റബ്ബുക അഹദ, അള്ളാഹു നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്യില്ല, ഒരു രീതിയിലും അനീതി കാണിക്കുകയില്ല എന്ന്. ആ അനീതി കാണിക്കുകയില്ല എന്ന് പറയുന്ന റബ്ബിനെ കുറിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആണിന് ഇങ്ങനെ കൊടുത്തു പെണ്ണിന് ഇങ്ങനെ കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ യദ്ലിമു റബ്ബുക അഹദ ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറ. മിസ്കാല ദർറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുമണി തൂക്കം, അല്ലെങ്കിൽ ഒരു ഉറുമ്പിന്റെ കാലടിയോളം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ അളക്കാൻ പറ്റുന്നതിൽ ചെറിയ അളവാണ് ആ കാലഘട്ടത്തിൽ. അതാണ് അള്ളാഹു പറയുന്നത്, നിന്റെ രക്ഷിതാവ് നിന്റെ റബ്ബ് എന്ത് ചെയ്യില്ല, യാതൊരാളോടും ഒരു രീതിയിലും ഒരു മിസ്കാല ദർറ, ഒരു ഉറുമ്പിന്റെ കാലടിയോളം പോലും അനീതി കാണിക്കില്ല എന്ന്. എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ, ഇവർ പറയുന്നത് ഇവർ ഖുർആൻ വായിച്ചു, ഇവര് ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് ഒരു സ്വർഗം ആയിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്, ഇവര് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്വർഗ്ഗമാണ്. അവിടെയാണ് ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഉത്തരം പറഞ്ഞ ചോദ്യമാണത്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. പക്ഷെ ഇവര് ഈ പറയുമ്പോൾ അള്ളാഹുവിന്റെ നീതിയെ കുറിച്ചിട്ട് അതിനെ നിഷേധിക്കുന്ന സമയത്ത് ഇവരെ നിഷേധിക്കുന്ന സമയത്ത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് റിസ്ക് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഉപജീവനം കൊടുക്കുന്നുണ്ട്. റസ്സാഖായ റബ്ബ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, അവർക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ആ റബ്ബിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആ റബ്ബിലേക്കാണ് ഇവർ മരിച്ച് നമുക്ക് എന്റെ റിസൾട്ടിൽ എത്തുമ്പോൾ നമുക്ക് അനീതി കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ആദ്യം എന്താ മനസ്സിലായിട്ടില്ല, അള്ളാഹുവിനെ തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് ഇതിൽ ഫസ്റ്റ് കാര്യം. അവർ അള്ളാഹുവിനെ കണക്കാക്കിയ പോലെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം അവര് അവര് മനസ്സിലാക്കിയിട്ടില്ല. സത്യത്തിൽ അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അൽത്താഫ് വല്ലത് ആഡ് ചെയ്യുന്നുണ്ടോ ഇതില്? അൽത്താഫ്, പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഭൗതികമായിട്ടുള്ള നില എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി നോട്ട് മച്ച് എൻചാൻറ്റഡ് ബൈ ദിസ് ഐഡിയ ഓഫ് സ്വർഗം. നമ്മള് അടുത്തൊക്കെ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നിട്ട് പറയില്ലേ, ട്രിപ്പ് പോകാൻ വേണ്ടി പോകുമ്പോ പറയില്ലേ, അവിടുത്തെ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല, വലിയ ഫോണിൽ നോക്കിയിട്ട് ഫോട്ടോ ഒന്ന് കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ല, അവിടെ വേണമെങ്കിൽ ഓസ്ട്രേലിയ പിടിക്കാം, UK പിടിക്കാം. അവിടെ പോയി കഴിയുമ്പോൾ പറയും ഇവിടെ ഹരിതാപ പച്ചപ്പ് എന്നൊക്കെ പറയും. സോ വട്ടവർ അവര് ഭൗതികമായിട്ടുള്ള നിലെന്നാണ് ഫുള്ള് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓഫേഴ്സ്, അതായത് ഒരു അതുമില്ല ഓഫർ, ഈ പറഞ്ഞ ഓഫർ എനിക്ക് വേണ്ട. എന്തിന് പകരം ഇവിടത്തെ സുഖങ്ങൾക്ക് പകരം ഇവിടത്താണ് ഏറ്റവും വലുതെന്നുള്ള ഫസ്റ്റ് ഉള്ള മണ്ടത്തരം ചിന്തയാണ് വെച്ചിട്ടുള്ളത്.
അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ആരാണ് മുസ്ലിം എന്നുള്ള കാര്യം കൂടി ഒരു മനസ്സിലാക്കണം എന്നുള്ളത്. നമ്മളിപ്പോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് കേൾക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അവര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അതേപോലെ നബിമാരിൽ വിശ്വസിക്കണം. ഈ വിശ്വാസത്തിന് കൂടെ വരുന്ന അടിസ്ഥാന വിശ്വാസമാണ് അന്ത്യദിനം, മഹശറ, പരലോകം. ഈ രണ്ടാമത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോകം മാത്രമല്ല ഉള്ളത്, അല്ലെ? ഈ ലോകം മാത്രമല്ല ഉള്ളത്, നമുക്ക് വേറൊരു ലോകം കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ആൾക്കാരാണ്, ഈ വിശ്വാസമുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം. അപ്പം ഇവരുടെ വോയിസ് കേട്ട സമയത്ത് എനിക്ക് ഇവർ എത്രത്തോളം ഇത് വിശ്വാസിയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഉസൂലുൽ അതിലേക്ക് പോകുന്നില്ല. ഈമാനിൽ പെട്ട കാര്യമാണ് എന്ത്, ദീനിന്റെ അടിസ്ഥാനങ്ങൾ 6 കാര്യങ്ങളാണല്ലോ. ഉസൂലുൽ ഈമാൻ അതെ, ആമന്ന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിരിഹി വഖൈരി വശർരി മിനല്ലാഹി തആല. അപ്പൊ അതിലൊരു കാര്യമാണ് അവർ നിഷേധിച്ചിട്ടുള്ളത്. അതെ, അതെ, അടിസ്ഥാന അത് വിഷയമാണ്. അതെ, അതെ. മുസ്ലിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ സത്യവിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് എന്ത് പറഞ്ഞു തന്നു, അള്ളാഹു നമുക്ക് എന്തൊക്കെ അറിയിച്ചു തന്നു, അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ആൾക്കാരാ. അത് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അള്ളാഹു നീതിമാനാണെന്നുള്ളത് ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും അള്ളാഹു എന്ത് ചെയ്യില്ല, അള്ളാഹു നീതികേട് കാണിക്കില്ല. പിന്നെ അവിടെ വലാ പോയിട്ട് സംശയിക്കേണ്ട യുളിമു ആവശ്യമൊന്നുമില്ല. റബ്ബുക അഹദ. അള്ളാഹു ഒരു രീതിയിലും അനീതി കാണിക്കില്ല. ഒരു രീതിയിൽ അനീതി കാണിക്കില്ല, അത് ജെൻഡർ ആയാലും ശരി. അപ്പം ഇനി ഞാനിതിന്റെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗങ്ങളായിട്ട്. അപ്പൊ അതില് ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്, ഇപ്പം അവർ ആംഗ്രി ആകും, ഒരു ദേഷ്യം വരുന്നുണ്ട്. ഇപ്പം നിങ്ങള് പരലോകത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ ഹിജാബ് ധരിക്കാൻ പറയുന്ന സമയത്തൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം ആണെങ്കിൽ, മുസ്ലിം സ്ത്രീ ആണെങ്കിൽ പരലോകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ദേഷ്യം വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ആരും മൈക്കെടുത്തോ? ഫൈസൽ. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവര് മുസ്ലിം ആണോ അല്ലെങ്കിൽ മുഷ്രിക്കാണോ എന്നുള്ളത് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ പണി ഇതിലല്ലല്ലോ, ഈ പറഞ്ഞ ആധാർ കാർഡ് ഓഫീസിലല്ലാത്തതുകൊണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവരെന്താവും, അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ദീനിന്റെ വിഷയങ്ങളെ കളിയാക്കുന്നവരെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യമാണ്, കത് കഫർത്തും ബഅദ ഈമാനിക്കും. ഈമാനിന് ശേഷം അവരെന്ത് ചെയ്തിരിക്കുന്നു, കുഫർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവരെവിടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, മോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവരെന്നല്ല, ആര് ചെയ്താലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈമാനിന്റെ വിഷയത്തിൽ എന്താണ്, ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് യസീദ് വയൻകുസ് എന്നാണ്. അതായത് ഈമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും. അപ്പൊ അത് കൂടും കുറയുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ നല്ലവണ്ണം നിസ്കരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന സമയങ്ങൾ ഉണ്ടാവും ലൈഫിൽ. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മളോട് ആൾക്കാർ വന്നിട്ട് പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്ത്, നിങ്ങൾ നിസ്കരിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തട്ടമിട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മോഡസ്റ്റ് ആയിട്ട് നടക്കുക. കാരണം എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആ ഉദ്ദേശത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ അതിലേക്ക് ഉപദേശിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ സമയത്ത് എന്താ ഉണ്ടാവുക, ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും, അവർ അതിൽ നിന്ന് മാറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം സത്യവിശ്വാസികൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഉപദേശങ്ങൾ ഗുണം ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മോക്കിയാണ് ചെയ്യുന്നത്. അതെ, അപ്പൊ ഷാദ് ഉണ്ടോ അവിടെ? ഷാദ് മൈക്ക് നേരത്തെ പെട്ടെന്ന് പുറത്തു പോയതുകൊണ്ട്. ഷാദ് നമ്മളെ മൈക്ക് ഓക്കെ, ജസ്റ്റ് ഒരു വിഷയം ഒന്നുകൂടി കേട്ടിട്ടില്ലെങ്കിൽ, രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് ദേഷ്യം വരുന്നു എന്നുള്ളത്. അതായത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം അല്ലെ, ഒരു മുസ്ലിം നമുക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷെ നമുക്ക് ദേഷ്യം വരുന്നു പോലെ. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഹിജാബ് ധരിക്കാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് താർക്കുത്തരം പറയാനുള്ള ഒരു മെന്റാലിറ്റി വരുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ നിനക്ക് നാളെ മരിച്ചു പോകേണ്ട കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പം അങ്ങനെയുള്ള ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംസാരിച്ചത്. അപ്പം ഷാദ് ഇതിൽ കൂട്ടിച്ചേർക്കാൻ എന്താ? അതായത് ഞാന് ഇപ്പൊ പൊതുവെ ഞാൻ പണ്ട് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മള് ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമത്തിന്റെ വിഷയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതില് ഒരാൾ വായിക്കുകയാണ് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും, എന്നിട്ട് പറയാണ് ഇത് എന്തൊരു സാധനമാണ്, അപരാധികളെ രക്ഷപ്പെടുത്താൻ പറയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാണ്.
അപ്പൊ അതോടുകൂടി ഇന്ത്യനെ വെറുക്കുന്നു. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള നിയമത്തെ ഇഷ്ടപ്പെടുന്നില്ല, നിയമത്തെ പാലിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. ഇത് നിന്റെ രാജ്യമല്ലടോ, പിന്നെ പ്ലഡ്ജ് പറയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെയാണല്ലോ, ഇന്ത്യ ഇസ് മൈ കൺട്രി, അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോ ഇത് സത്യത്തില് അയാൾ വായിച്ചതിന്റെ പ്രശ്നമാണോ, അയാൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണോ, അതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അതിന്റെ നിയമത്തിന്റെ പ്രശ്നമാണോ എന്നുള്ളത് ഒരു സിമ്പിൾ ലോജിക്കിൽ നമുക്ക് മനസ്സിലാവും. വെരി വെരി സിമ്പിൾ ലോജിക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞല്ലോ ഹൂറികളുണ്ട്, ഇവിടെ നിന്നുള്ള ഭർത്താക്കന്മാരെ മാത്രമേ അവിടെ കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത്തെ സെന്റൻസ് മാത്രമാണത് ഇവരുടെ പെർസ്പെക്റ്റീവില്. പക്ഷെ നമ്മൾ അതിൽ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമിന്റെ വിശാലത മനസ്സിലാവും, ഇസ്ലാമിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബാക്കിയെല്ലാം കൊള്ളാവും. അവിടെയാണ് പറ്റിയത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈമാന് ശേഷം കുഫർ ബാധിക്കുക എന്നുള്ളത്. അപ്പൊ അപ്പോഴാണ് മോക്കിയാൻ പറ്റുന്നത്. അപ്പൊ കുഫർ ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നമുക്ക് ഒരു എന്താ പറയാ, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ അതിനോട് നമുക്ക് വെറുപ്പ് തോന്നും. ഇപ്പൊ ഞാൻ മിന്നർക്ക് ഒരു വീഡിയോ കണ്ട്, അതിൽ ഒരാൾ പറയുന്നത് ഞാൻ മുസ്ലിം ആയിരുന്നു പിന്നീട് ഇങ്ങനെ ഇസ്ലാം വിട്ടു എന്ന് പറയും. അയാൾ ചോദിച്ചാൽ എന്താ കാരണം എന്ന് പറഞ്ഞു. നിസ്കരിക്കാറുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നിസ്കരിക്കാൻ മടിയാ. ഇയാൾ ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു ആ വിഷയത്തിൽ. അയാൾ പറയാണ് എനിക്ക് നിസ്കരിക്കാൻ മടിയായിരുന്നു, അങ്ങനെ ഞാൻ വിട്ടതെന്നുള്ളത്. അപ്പൊ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ ലോജിക്ക് മനസ്സിലാവിട്ടല്ല. അതിനെപ്പറ്റി രണ്ട് തരം എന്റെ പേഴ്സണൽ മനസ്സിലാക്കി ബ്രോഡായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ രണ്ട് തരം നോൺ മുസ്ലിംസ് ഉണ്ടാവുക. ഒന്ന്, മനസ്സിലായിട്ടും സ്വീകരിക്കാത്തവർ, കാശിന് വേണ്ടി അരിഫിനെ പോലെ കാശിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നത്, ലിയാഖത്തിന് പോലെ കാശിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നത്. രണ്ടാമത്തത് ബ്രോഡ്ലി പറയുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളത്. അപ്പൊ രണ്ട് വിഷയമായാലും ഈ കുഫർ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോട് നമുക്കൊരു ഒരു വിരക്തിയായിരിക്കും ഉണ്ടാവുക. വാങ്ങാത്തൊരു വേണ്ടത് എന്താണത്, ആ രീതിയിലായിപ്പോയി. അപ്പോ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് വഴി തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർക്കും ഒരു എന്താ പറയാ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ. നമ്മളിപ്പോ സംസാരിച്ചു വന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ വോയിസിൽ ഇവർ പറഞ്ഞ കാര്യങ്ങള്, ഇത് ആ തുടക്കം അവർ പറയുന്നത് അവർക്ക് ദേഷ്യം വരുന്നു, നമ്മൾ അത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യത്തിലുള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം, അതായത് നാളെ നിനക്ക് മരിച്ചു പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ഓർക്കാനുള്ള നമുക്ക് റിമെമ്പറൻസ്, നമുക്കത് ചിന്തിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഒരിക്കലും ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം മുസ്ലിം എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ റസൂൽ പറഞ്ഞ ഹദീസ് അനുസരിച്ചിട്ട് ഞാൻ അടുത്ത നിമിഷം മരിച്ചു പോകും എന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നാളെ നിനക്ക് മരിച്ചു പോകേണ്ട കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പിന്നീട് വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഹിജാബ് ധരിക്കുന്നു ബന്ധപ്പെട്ട വിഷയം. ഹിജാബ് ധരിക്കാൻ പറയുമ്പോൾ നിനക്ക് തലമറച്ചുകൂടെ, തലമറക്കാത്തത് എന്താണ് എന്നൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോൾ അതും ഒരു ദേഷ്യം വരേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യം, സ്ത്രീക്ക് നിർദ്ദേശം കൊടുത്തൊരു കാര്യമാണ് നിങ്ങൾ തലമറക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ മൂടുപടം നിങ്ങളുടെ മാറിന് മുകളിലൂടെ ഇടുക എന്നുള്ളത് അള്ളാഹു കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം മറ്റൊരാളെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, നമ്മളത് സ്വീകരിക്കാൻ ഹാപ്പി ആകുകയാണ്. കാരണം എനിക്ക് അള്ളാഹു പറഞ്ഞു തന്ന കാര്യം ഞാൻ മറന്നു പോയപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു എന്നുള്ളൊരു ബോധ്യം വേണ്ടത്. അപ്പൊ അവിടെ ആ സമയത്ത് അല്ല അത് എനിക്ക് കണ്ട് ദേഷ്യം വരുന്നു എന്നല്ല, ആ തരത്തിലല്ല ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നും തറുതല പറയുക ഒരിക്കലും എന്നുള്ള ഒരു ഉണ്ടാവും. ഇതുണ്ട്. തറുതല ആ പറയുക, തരത്തിൽ അതായത് പറയുക അതിന് എന്നുള്ളത്. അതെ, തറുതല പറയുക എന്ന് പറയുന്നത് നവാഖിലുൽ ഇസ്ലാമുകളിൽ പെട്ട കാര്യമാണ്. അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്ത്, അതിന്റെ ഫോൾഡിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നാലാമത്തെ വിഷയമാണ്. അതെ അതിനെ കുറിച്ചിട്ടാണ് അതെ അള്ളാഹു അതെ സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കത് കഫർത്തും ബഅദ ഈമാനിക്കും, ഈമാനിന് ശേഷം അവർ കുഫ്ർ സ്വീകരിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ ഷിഹാറുകളെ കളിയാക്കുക എന്നൊക്കെ പറയുന്നത്, അതിന്റെ അടയാളങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ തമാശ ആയിട്ട് പറയാന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതെ. ഇതിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു 6-ാമത്തെ അധ്യായം 32-ാം വചനത്തിൽ, ഐഹിക ജീവിതം എന്നത് കളിയും വിനോദമല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കറിയുന്ന കാര്യം, പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? നമുക്കതേ പറയാനുള്ളൂ. നമ്മൾ ഈ ലോകത്തിന്റെ ഇതിന്റെ ഒരു മനോഹരത കണ്ടിട്ട്, ഇതിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളും ഫെയിമും, അതല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് വിചാരിച്ച് അതിനെ ഫോളോ ചെയ്തിട്ട് ജീവിക്കാതെ, ഇനി ഇത് മാത്രമല്ല എന്നുള്ളൊരു പാരത്രിക ലോകം കൂടി വരാനുണ്ട് എന്നുള്ളതാണ് മുസ്ലിം വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത്, അവരാണ് ഉത്തമരായിട്ടുള്ള ആളുകൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് വീണത് നമ്മളുടെ സ്വന്തം താല്പര്യപ്രകാരമൊന്നും അല്ല. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു വീഴുകയാണെങ്കിൽ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അതിന് ഭയങ്കര ദൗർബല്യത്തോടെ കുട്ടി ജനിക്കുന്നത് അല്ലേ, നമുക്കറിയാം. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല,
അതിന് ഒന്നും ഒരു കാര്യം പോലും സ്വന്തമായി ചെയ്യാൻ സാധിക്കില്ല, പാൽ കുടിക്കാൻ പോലും സാധിക്കില്ല. ആ കുഞ്ഞിന് നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്ന പോലെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത്, അതായത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം പടച്ചവനോട് ഭൂമിയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല, അല്ലെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് വന്നോന്നില്ല, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാണ്. ആ നമ്മൾ വളർന്ന് വളർന്ന് വലുതായി കുറച്ച് നിൽക്കാനും കുറച്ച് ഓടാനൊക്കെ ഉള്ള ഒരു ആരോഗ്യമാവുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അള്ളാനെ വേണ്ട, റബ്ബിനെ വേണ്ട, ദൈവമില്ല, മറ്റേതാണ് മറിച്ചതാണ്, ഇത് തനിയെ ഉണ്ടായതാണ്, പൊട്ടി മുളച്ചുണ്ടായതാണ്, അല്ലെങ്കിൽ ഇനി ില്ല എന്ന രീതിയിലൊക്കെ പറയുന്ന അഹങ്കാരം ഉണ്ടല്ലോ, ആ അഹങ്കാരത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും അഡ്രസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ചിന്തിക്കാൻ അള്ളാഹു ഖുർആൻ ചോദിച്ചത് നമ്മൾ ചിന്തിക്കുന്നില്ല, അപ്പൊ ആ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒന്ന് നമ്മൾ ആരാണെന്നുള്ളത്, രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത്, മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ പർപ്പസ് എന്താ എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ, നമ്മളുടെ ലക്ഷ്യം, അതേപോലെ നമ്മളുടെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിലെയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കളയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതില് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ, അങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ആയത്തിന് തൊട്ട് മുമ്പ് തന്നെ കാണാൻ സാധിക്കും, അള്ളാഹു ഖുർആനിൽ കൃത്യമായിട്ട് പുരുഷന്മാരോടാണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത്. അതിനുശേഷമാണ് സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത്, നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അതായത് ഇവിടെ പറയുന്നത് സത്യവിശ്വാസിനികളായ സ്ത്രീകളോടാണ്. അപ്പം സത്യവിശ്വാസിനികളല്ലാത്ത സ്ത്രീകള് ബേജാറാണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം തോന്നിയത് പോലെ, ഇപ്പം ഒരു വേറെ ഡൗട്ട് തോന്നിയത്, ഒരു പക്ഷെ ഇവര് വീട്ടിലുള്ള സമയത്ത് ജസ്റ്റ് നോർമൽ ആണല്ലോ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു പെൺകുട്ടി തട്ടിടാൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, നമ്മളുടെ സഹോദരിമാരോ നമ്മളുടെ അടുത്തുള്ള ബന്ധത്തിൽപ്പെട്ട കുട്ടികൾ, നമ്മൾ സ്നേഹമുള്ള കുട്ടികളൊക്കെ അങ്ങനെ നടക്കുന്ന നമ്മൾ ചോദിക്കും, നീ എന്തുകൊണ്ട് ഇങ്ങനെ തല മറക്കാൻ നടക്കുന്നു, നിനക്ക് നട മരിച്ചു പോകണ്ട, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നത് നമ്മൾ അവരുടെ ഇഷ്ടം കൊണ്ടാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവരെ നമുക്ക് തെറ്റെന്നറിയാം, അയാൾ മദ്യപിക്കുകയാണെങ്കിൽ ആ മദ്യപാനം തെറ്റെന്ന് അറിഞ്ഞത് കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആക്കളോട് നമ്മൾ പറയും, നിങ്ങൾ മദ്യപിക്കരുത്, നീ അള്ളാഹ് സൂക്ഷിക്കുക എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ്, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവരുടെ വീട്ടിൽ ഇപ്പൊ ഇവര് മുസ്ലിമാണ് എന്ന് ആ രീതിയിൽ ജീവിക്കുന്നതായിരിക്കും ഒരു പക്ഷെ. അങ്ങനെ ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് ഇവര് മുസ്ലിമാണെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട കുറച്ച് മുതിർന്ന ആളുകളൊക്കെ മോളെ നിനക്ക് തട്ടിട്ടുടൻ ചോദിക്കുന്നത്. അതൊരു തെറ്റായിട്ടൊന്നും കാണാൻ, ഒരു കെയറിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. കെയറിങ്ങിന്റെ ഭാഗം മാത്രം. ആര് ഫോഴ്സ്ഫുള്ളി തലമറിച്ച് നിർബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. അവർ ഉപദേശം അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം ഇവര് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പബ്ലിക്കായിട്ട് ഞാൻ വിശ്വാസം കളഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം കുറെ എക്സ് മുസ്ലിംസിൽപ്പെട്ട കുറച്ച് സ്ത്രീകളൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എത്തിസ്റ്റുകളായിട്ടുള്ള ജാമിദയോട് നമ്മൾ പോയിട്ട് സ്ത്രീയെ തട്ടിട്ടൂടെ എന്നിട്ട് നമ്മളെ മരിച്ചു കൊണ്ട് നമ്മൾ പറയില്ല, ജാമിദ മുസ്ലിം അല്ല. അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയോട് പോയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അങ്ങനെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പോകുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള എന്റെ വിശ്വാസം. അത് കുടുംബത്തിനകത്തു നിന്നുള്ള ചോദ്യങ്ങളാവാനാ സാധ്യത. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. പിന്നെ അവരടുത്ത് പറയുന്നത്, അവര് ഖുർആൻ മൊത്തം വായിച്ചു നോക്കി, പക്ഷെ അവര് കണ്ടത് സ്വർഗം ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നത്. പുരുഷന്മാര് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒന്നുമില്ല എന്നൊക്കെയാണ് ഖുർആൻ വായിച്ചു. സത്യത്തിൽ അവർ ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്നതാണ് എന്റെ ഡൗട്ട്. അവര് ഖുർആൻ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരി ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലിമൂന നഖീറ. ആണാകട്ടെ പെണ്ണാവട്ടെ, 6 സത്യവിശ്വാസി ആയിക്കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നു, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, അവരോടൊരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കിട്ടുന്നതാണ്. ഇത് ഖുർആനിൽ 2 തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 2 രീതിയിലായിട്ട്. അപ്പോ അവര് ഖുർആൻ വായിച്ചിട്ടുണ്ട്, ഖുർആൻ ഒരു തവണ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യൂല, ഈ ഒരു അബദ്ധം പറ്റില്ല. അപ്പൊ അവര് വായിച്ചത് വേറെ ഏതോ പുസ്തകങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇടമറുകിന്റെ പുസ്തകത്തിൽ നിന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഖുർആനെ കുറിച്ചിട്ട് ഖുർആനിന്റെ എതിരാളികൾ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എത്തുകയുള്ളൂ. സ്വാഭാവികമാണ്. ഖുർആനിലെ കൃത്യമായിട്ട് അള്ളാഹു
സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേ പരിഗണിക്കുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാവാനും സാധ്യതയുണ്ട്. നേരത്തെ അത് പറഞ്ഞ പോലെ ഖുർആൻ വായിക്കാതെ മേ ബി ഒരു ഫെയിമിന്റെ പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഖുർആൻ വായിച്ചു, ബട്ട് ഐ ഡിഡ്ന്റ് സീ എനിത്തിങ്. ആ ഒരു ലെവലിൽ സംസാരിച്ചതാവാനും സാധ്യതയുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ കളിയിൽ ഖുർആൻ പറഞ്ഞുതരാം. മറുപടി പറഞ്ഞ കാര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, അവര് അതിൽ വീഡിയോ ചെയ്യുന്നത്. അവിടെയാണ് അതില് തമാശ അതെ അതെ വരുന്നത്. അതെ, അതാണ് ഏറ്റവും രസം. ആ ഒരു ഹദീസ് പറയാൻ സാധിക്കുമോ? ഏത് വിഷയത്തില്? ഞാൻ പറയാം, ജസ്റ്റ് അത് പറയാം. അതായത് ആയിക്കോട്ടെ. ഒരു സഹാബി വനിത റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അതായത് എപ്പോഴും സ്ത്രീകളെ കുറിച്ച് മാത്രമാണല്ലോ ഇതില് ഖുർആനിൽ പറയുന്നതിൽ സ്വർഗത്തിലെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുരുഷന്മാരിലേക്കാണ് കൂടുതൽ ചേർക്കുന്നത്. സ്ത്രീകളെ ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് ഈ ഇതിന് ആൻസർ ഓൾറെഡി അള്ളാഹു മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു അതിനുശേഷം വേറൊരു വചനം ഇറക്കുന്നുണ്ട്. നമുക്കറിയാം ഖുർആന് ഓരോ സന്ദർഭം അനുസരിച്ചാണ് ഇറങ്ങുന്നത്. ഓരോ സന്ദർഭം അനുസരിച്ചിട്ടാണ് ഖുർആൻ ഓരോ വചനങ്ങൾ ഇറങ്ങുന്നത്. ഒരു വചനങ്ങൾ ഒരു മൊത്തം ഒരു അധ്യായം മൊത്തം ഇറങ്ങുന്നതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ചാണ്. അപ്പം ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ആയത്ത് ഇറങ്ങുന്നതായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. ആ ആയത്താണ് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിലൊക്കെ ട്രെൻഡിങ്ങിൽ പോയിരുന്നൊരു അല്ലെ ഖുർആനായത്താണത്. നല്ല രീതിയിൽ എല്ലാവരും സ്റ്റാറ്റസ് കിട്ടിയിരുന്നത്, അതിന്റെ ഒരു ഭംഗിയായിരുന്നു. അതില് അള്ളാഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതായ പുരുഷന്മാരും സ്ത്രീകളും, വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, ഭക്തിയുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും, സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും, പിന്നെ വിനീതരായ സ്ത്രീകളും പുരുഷന്മാരും, അവിടെ അള്ളാഹു വ്രതമനുഷ്ഠിക്കുന്നവരായ എടുത്തെടുത്ത് പറയുന്നുണ്ട്, സ്ത്രീകളും. ഇന്നൽ മുസ്ലിമീന വൽ അതെ, മുസ്ലിമാത്തി വൽ പിന്നെ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, അങ്ങനെ ഓരോ മുഅ്മിനാത്ത്. ജെൻഡർ കാറ്റഗറൈസ് ചെയ്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. മുസ്ലിമീന വൽ അതെ അതെ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ അതെ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്വാദിഖീന വസ്വാദിഖാത്തി വസ്വാബിരീന വസ്വാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിയാത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി والصائمين والصائمات والحافظون فروجهم والحافظات والذاكرين الله كثيرا والذاكرات. ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതെ, അതിൽ അള്ളാഹു അവസാനം കൃത്യമായി പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും, ഇതിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്ന് പറയുന്നത്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അള്ളാഹു ഇവർക്ക് കൃത്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള മഹത്തായിട്ടുള്ള പാപമോചനവും അതേപോലെ തന്നെ മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹു കൃത്യമായിട്ട് ഖുർആനിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണിത്. കൃത്യമായിട്ട് അദല്ലാഹു ലഹും ജെൻഡർ ബേസ് മഗ്ഫിറത എടുത്ത് അജ്റൻ പറയും. അളീമ. അപ്പൊ ഖുർആൻ വായിച്ചപ്പോൾ ഒരു ആയത്ത് കണ്ടിട്ടില്ല, അങ്ങനെയാവാം. മേ ബി കിട്ടിയ ഖുർആനിൽ ആ ആയത്തില്ലാതിരിക്കാം. ഇതിപ്പോ അങ്ങനെ ഞാൻ നമ്മള് പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ വിചാരിക്കും ഖുർആനിൽ മാത്രമാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, സബഖൽ മുഫരിദൂൻ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ട് തുടങ്ങുന്നത്. അതായത് മുഫരിദീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് മുഫരിദീങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ മുഫരിദൂൻ യാ റസൂലല്ലാഹ് എന്നുള്ള രീതിയിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ കൂടുതലായി ദിക്ർ ചെയ്യുന്ന, ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പൊ ഇത് ഹദീസുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ആ രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. അവരെ ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ശരീഅത്തിന്റെ കണ്ണിൽ ഇന്നമ നിസാഹു ഷഖായിഖു റിജാൽ, ശരീഅത്തിന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ആണും പെണ്ണും വിഭിന്നരല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കാഴ്ചപ്പാടിൽ തന്നെ അവിടെ പ്രശ്നം വരികയാണ്. കാരണം എനിക്ക് എന്റെ ഭാര്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് തവണ ഈ ആവർത്തിച്ചിട്ടുള്ള, പല രീതിയിൽ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച്, അൻതും അസ്വാജഹും തുഖ്ബറൂൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങൾ നിങ്ങളുടെ ഇണയും റിജോയ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്വർഗത്തെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്. അതെ അതെ. അപ്പം ഷാദക്ക വല്ലതും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, നമ്മളിപ്പോ ഒരു സംഗതി മനസ്സിലായിട്ടില്ല എന്നുള്ള, ഇത് പ്രേക്ഷകരോടാണ് ഈ പറയുന്നത് സത്യം പറഞ്ഞാല്. അതായത് ഒരു സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചിട്ട് ആ സംഗതി ശരിയല്ല. അതൊരു എക്സാമ്പിൾ ഉണ്ട്, എനിക്കിപ്പോ മനസ്സിൽ വരുന്നില്ല. ആ സംഗതി മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, 1000 അപരാധികൾ, സെയിം രീതിയിൽ തന്നെയാണ് എനിക്ക് പോയിന്റ് ആയിട്ട് മനസ്സിൽ വരുന്നത്. അതായത് നമ്മൾ സത്യം പറഞ്ഞാല് നിഷ്കളങ്കമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പൊ പൊതുവെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഞാൻ നമ്മളെ ഫാരിസ് പി ഉണ്ടല്ലോ,
മൂപ്പരുടെ വായിന്നാണ് ഇത് കേട്ടത്. അതായത് ഒരു ചോദ്യം ചോദിച്ചിടാൻ ഒരു കുട്ടി വൃത്തികേടാക്കുന്ന പോലെയാണ്. നമുക്ക് കുട്ടി എവിടെയെങ്കിലും കാഷ്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടാക്കിയിട്ട് അതിൽ കളിക്കാൻ 5 മിനിറ്റ് മതി. പക്ഷെ അത് വൃത്തിയാക്കാൻ അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ആ മണം ഫുള്ള് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും സമയം നമുക്ക് ചിലപ്പം ചെലവഴിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഈ കാണുന്ന സ്വർഗത്തിൽ ഹൂറികൾ തന്നെ വാക്കൗട്ട് ഇട്ടിട്ട് അവർ പോകും. അതിൽ നിന്ന് മിസ്അണ്ടർസ്റ്റുഡ് ആവുന്നവരാണ് എന്റെ അഭിപ്രായത്തിൽ 90% ആൾക്കാർ. പിന്നെ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറിയിൽ ഈ എന്താ പറയാ, അള്ള ഖുറാൻ സൂറത്ത് നോഹിദ എന്നാണ് പറയുന്നത്, 2 ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർക്ക് സത്യം കിട്ടൂല. ഒന്ന് അഹങ്കാരം, 2 പിടിവാശി. ഈ നേരത്തെ പറഞ്ഞ പോലെ പൈസക്ക് വേണ്ടി കളിക്കുന്ന ആരിഫ്, മറ്റേ ജാമിദ, ലിയാഖത്ത് പോലത്തെ ആൾക്കാരെല്ലാം ഈ ഒരു കാറ്റഗറി പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കട്ടെ. ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നം, ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരെന്താ പറയാ, ഈ സാധനം ഇട്ടിട്ട് അങ്ങോട്ട് പോകും. അതില് മിസ്അണ്ടർസ്റ്റുഡ് ആവുകയാണ്. അതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. സത്യം പറഞ്ഞാല് എന്ത് വിഷയം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമല്ലോ, ലോകത്തുള്ള എന്ത് വിഷയം നമ്മൾ പഠിക്കാൻ ശ്രമിക്കും, നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ. പക്ഷെ ഈ വിഷയം വരുമ്പോ ഈ ആരാണോ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ അംബാസിഡേഴ്സ്, അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അംബാസിഡേഴ്സ്, അവർ പറയുന്നതാണ് വേദവാക്യം. അതിനപ്പുറം ഒന്നുമില്ല. ഇന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാല് 1000-ൽ പരം ചിലപ്പോൾ ആൻസേഴ്സ് ഉണ്ടാവും ആയിഷ റളിയല്ലാഹുവിന്റെ കല്യാണത്തിനെ പറ്റിയിട്ട്. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് 6 വയസ്സിലെ കല്യാണം, 9 വയസ്സിലെ ജീവിതം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താ പറയാ, പഠിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം, സിമ്പിൾ ആയിട്ട്, മനസ്സ് തുറന്നിട്ട്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാവും. ഇത് ഇല്ലാതാവുമ്പോഴാണ് സത്യം പറഞ്ഞാല്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇസ്ലാം വിട്ടു എന്ന് പറയുന്നു. കാരണം മടി, പഠിക്കാൻ മടി. ഇത് ക്യാപ്സ്യൂൾ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഷോർട്സ് ആയിട്ടും കാര്യങ്ങളും, കഴിഞ്ഞ വീഡിയോ നമ്മൾ തന്നെയല്ലേ ചെയ്തത്. അതായത് ആരിഫ് പൈസ കൊടുത്ത ആളെ ഏൽപ്പിച്ച രീതിയിലാണ്, എന്താ പറയാ, അതിന്റെ അവതരണം. ഏത് ഒരു മുസ്ലിം കോയ കോളിംഗ് ആ സംഭവത്തിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഇവരെ ക്യാപ്സ്യൂൾ കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയാ, പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ കാര്യങ്ങൾ റെഡിയാവും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കട്ടെ. അതെ, നമ്മളിത് പറയണത് നസീഹത്തോട് പറയുന്ന കാര്യമാട്ടോ. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളെന്തായാലും ജഡ്ജ്മെന്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഫാസിൽക്ക മൈക്ക് എടുക്കും. ജസ്റ്റ് ഒറ്റ കാര്യം പറയാം. അതായത് ഇവര് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് അത് വിട്ടുപോയ പോയിന്റാണ്. അവർ പറയുന്നത് പൂർണ്ണികളെ കുറിച്ചുള്ള, ഒരുപാട് സ്ത്രീകളെ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് സ്വന്തം ഭർത്താവിനെ മാത്രമാണ്. അപ്പോ അവര് ഓൾറെഡി ടെൻഷനിലാണ് ഇവിടെ തോന്നുന്നത്. എനിക്കറിയില്ല, എനിക്ക് 1 ലൈഫ് ഇസ് ഇനഫ് എന്നൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പോ എന്താണ് ഈ പൂർണ്ണികളെ കുറിച്ചിട്ട് വലിയ വിമർശനമാണല്ലോ അത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹൂർലിങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ പണ്ടേ ഇസ്ലാം വിരോധികൾ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ്. അതായത് പുരുഷന്മാർക്ക് ഹൂറികളുണ്ട്, സ്ത്രീകൾക്ക് എന്താണുള്ളത് എന്നുള്ളത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ടേ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സ് കൊതിക്കുന്ന എന്തും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള, മാല ഐനുൻ റഅത്ത് വല ഉദ്നുൻ സമഅത്ത് എന്ന് തുടങ്ങിയിട്ടുള്ള ഹദീസിലൂടെയും, അതേപോലെ തന്നെ സൂറത്ത് സജദയിലെ ഒരു ആയത്തില് വലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ, അതായത് ഒരാൾക്കും അറിയില്ല എന്നാണ്, പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഒരു നഫ്സിനും അറിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം. ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മനസ്സ് കൊതിക്കുന്ന എന്തും കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിന്റെ കുറവുള്ളത്? പിന്നെ അത് ഇല്ല എന്ന് പറയാൻ അവർക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത്? അതേപോലെ തന്നെ ഈ ഹൂറന്മാരുടെ വിഷയം നമ്മളൊന്ന് ഒരു ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് ലീവ് ചെയ്യുന്നില്ല കേട്ടോ, സോറി. അല്ല, ശാസ്ത്രീയപരമായിട്ട് ഫാസിലൊക്കെ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, പുരുഷന്മാരുടെ നേച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന നമ്മുടെ സൃഷ്ടാവ്, കൃത്യമായി അറിയുന്ന അള്ളാഹുവും കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സ്ത്രീകളുടെ നേച്ചർ എന്താ കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹു. ഇപ്പം ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ സാധിക്കും. ഇപ്പൊ പുരുഷന്മാര് സ്ത്രീകളെ നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരിൽ ആകർഷക എന്നുള്ളത് അതൊരു സ്വാഭാവികതയാണ്, അത് പ്രകൃതിയിലുള്ളതാണ്. അത് ആരിലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ
ഡോക്ടറെ കാണാൻ പോകാന്ന് മാത്രമുള്ള തിരിച്ചൊരു കമന്റ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ട് ഇവന്മാര് മോശക്കാരാക്കും. അങ്ങനെ പ്രശ്നമുണ്ടേ. ഒരു 10 ലിബറൽസ് കൂടി ചേർന്നിട്ട് നുണ പറയും. എന്ത് ഞങ്ങൾക്ക് അത് തോന്നുന്നൊന്നുമില്ല, ഞങ്ങള് ഭയങ്കര പുണ്യാളന്മാരാണ്, നിങ്ങൾ ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. ഇപ്പൊ അടുത്തൊരു ഒന്നും പറയാനില്ല. പഠനം നടന്നിട്ടുണ്ടായിരുന്നു. കുറെ ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്കും ഈ പറയുന്ന എന്ത് ഫോൺ അഡിക്സിനൊക്കെ ഇങ്ങനെയുള്ള എന്ത് സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ടെന്ന്. അവർക്ക് ആണുങ്ങളുടെ പോലെ ആവുന്നുണ്ടെന്ന്. ഇനി അങ്ങനെ വല്ലതും അല്ല, അങ്ങനെ ആവാം, പറയാൻ പറ്റില്ല. ചിലപ്പോ അപ്പൊ എന്നിട്ട് ഞാനതിന് കമന്റ് പറയാം. ഇപ്പൊ നാളെ എന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് ചീത്ത പറയും. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. അങ്ങനെയാണല്ലോ ഇപ്പൊ അഭിനയാണ് ട്രെൻഡിങ്. റിയാലിറ്റി ഒക്കെ തള്ളിക്കളഞ്ഞു. റിയാലിറ്റി ഒന്നും ഇല്ല. ഞാൻ വലിയ ജെന്റിൽമാൻ, ഒരു സ്ത്രീയെ കണ്ടാൽ ഒന്നും തോന്നൂല. അങ്ങനെ സ്ത്രീകൾ നഗ്നരായി നിന്നാൽ പോലും ഒന്നും പ്രശ്നമില്ല, അത് തോന്നുന്ന പുരുഷനാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതോടെ ആലോചിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ റിയാലിറ്റിയാ പറയുന്നത്, സയൻസ് ആണ് പറയുന്നത്. കൃത്യമായിട്ട് ആ രീതി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവാണ്, സൃഷ്ടാവായ അള്ളാഹുവാണ്. അള്ളാഹുവിന് അറിയാം എന്ത് എവിടെ പറയണം എന്ന്. അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന്റെ അത്ര ഇന്റലിജന്റ് ആയിട്ട് ആരും തന്നെ ഇല്ല. അള്ളാഹുവിന് മേലെ അന്ന് ഒന്നും തന്നെ ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടും. അപ്പൊ ഇവിടെ അവർ പറയുന്ന ഒരു കാര്യം, ഫോറിനുകളെ കുറിച്ച് പറയുമ്പോൾ ഈ സത്യത്തിലെ ഈ ഫോറിനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അവരെക്കാൾ സൗന്ദര്യം ഉള്ളവരാണ് ഭൂമിയിലെ സ്ത്രീകൾ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ എന്ന രീതിയിൽ ഒരുപാട് ഹദീസുകളെല്ലാം കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു സഹാബി വനിത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ദുനിയാവിൽ നിന്ന് ചെന്ന സ്ത്രീകൾക്കാണോ കൂടുതൽ ശ്രേഷ്ഠത അതോ ഹൂറികൾക്കാണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഒരു വിരിപ്പിന്റെ അടിഭാഗത്തേക്കാൾ പുറം ഭാഗത്തുള്ള ശ്രേഷ്ഠതയുണ്ട് ദുനിയാവിൽ നിന്ന് ചെന്ന സ്ത്രീകൾക്ക് ഹൂറികളെക്കാൾ. കാരണം റസൂൽ വീണ്ടും പറയാം, റീസൺ പറയാണ്. റീസണ്, അവർ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും മറ്റു വിഭാഗത്തുകൾ എടുക്കുകയും ചെയ്തു കൊണ്ടു. അത് തൊബറാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഹദീസാണിത്. അപ്പോ ഇങ്ങനെ, അതായത് ഭൂമിയിൽ നിന്ന് പോയ സ്ത്രീകളാണ് അവിടെയുള്ള സ്ത്രീ, അല്ലെങ്കിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ. പ്രത്യേകം എടുത്തു പറയുന്നല്ലോ, അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും. ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് റസൂലിന്റെ ഹദീസ് ഉണ്ട്, ആർ അള്ളാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിച്ചുവോ അവർ നന്മ ചെയ്യട്ടെ, തിന്മ വിരോധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കുകയും സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ നന്മയും തിന്മയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കെയിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ആര് അള്ളാഹുൽ വിശ്വസിക്കുന്നു, ആര് പരലോകത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അന്ത്യത്തിൽ വിശ്വസിക്കുന്നു, അവർ നന്മ ചെയ്യട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ തിന്മ നിരോധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ജീവിച്ചിട്ടുള്ള വിശ്വാസികളായിട്ട് ജീവിച്ച, സത്യവിശ്വാസികളായി ജീവിച്ച സ്ത്രീകൾക്ക് ഹൂറികളെക്കാൾ മഹത്വമായിട്ടുള്ള പ്രൗഢിയാണ് ഉള്ളത്. അവർക്ക് ഒന്നുകൂടി അവരെക്കാൾ ഹയർ ലെവലാണ്, അവരുടെ സ്റ്റാറ്റസ് എന്ന രീതിയിലാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവര് ഈ സ്വർഗത്തെ കുറിച്ച് അന്വേഷിച്ച സമയത്ത്, ഹൂറികളെ കുറിച്ച് അന്വേഷിച്ച സമയത്തൊന്നും സ്ത്രീകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൂറികൾ പുരുഷന്മാർക്ക് വേണ്ടി ഹൂറികൾ ഉണ്ടാക്കിയിരുന്നു, അവിടെയുള്ള സ്ത്രീകൾ അവർക്ക് സ്വന്തം ഭർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ള സംഘം കൂടി പറയുന്നുണ്ട്. ആ സങ്കടത്തില് ഇപ്പോ എന്റെ ഭാര്യക്ക്, സാധാരണ മുസ്ലിം ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രധാന പ്രശ്നം, ഇതിപ്പം കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് അറിയാം കേട്ടോ, ഇതിന്റെ കമന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കേട്ടാൽ മനസ്സിലാവും, മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ മുസ്ലിം സ്ത്രീകളൊക്കെ ഭാര്യമാരൊക്കെ പുരുഷന്മാരോട് പറയുന്ന കാര്യം, നാളെ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾ എന്നെ ഭാര്യയ്ക്ക് കൂട്ടൂലെന്ന് ചോദിക്കുക. അറിയോ? സുഖത്തിന് അറിയുണ്ടാവും, ഞാൻ കല്യാണം കഴിഞ്ഞിലേക്ക് അറിയാം അല്ലെ. കാരണം അവരിപ്പോ ചോദിക്കും, നാളെ നിങ്ങളെ ഹൂറിമാരെ കൂടെ നമ്മളെ ഭാര്യ, കാരണം നമ്മുടെ ഭാര്യമാരെയൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഭാര്യയായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവർക്ക് അത് താല്പര്യമില്ലാതെ അവരുടേതായ കാര്യം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ, താൻ സ്നേഹിച്ച ഭർത്താവിനെ തന്നെ സ്വർഗത്തിൽ കൂടെ കിട്ടുക എന്നുള്ളത് അത് അവർക്കൊരു ഭാഗ്യമാണത്. അവരതിന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കൃത്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്തു ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് കൂടി, അതിനു മുമ്പ് വല്ല ആഡ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ വിഷയത്തില്? എനിക്കിതിലൊരു കാര്യം ആഡ് ചെയ്യാൻ തോന്നിയത് എന്താണെന്നറിയോ? അതായത് ഇപ്പൊ നമ്മൾ ഹൂറികളുടെ കാര്യമോ അല്ലെങ്കിൽ മദ്യപ്പുഴയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർക്ക്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അള്ളാഹുവിന് മനസ്സിലായിട്ടില്ല എന്ന്. അതുപോലെ ഇവർക്ക് എന്താണ് സ്വർഗം എന്ന് മനസ്സിലായിട്ടില്ല. കാരണം സ്വർഗത്തിലെ മെയിൻ അട്രാക്ഷൻ എന്താ? അത് ഇതൊന്നല്ലല്ലോ. സ്വർഗത്തിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പല ഉലമാക്കളും പ്രത്യേകിച്ച് സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുവിനെ കാണുന്നത് വരെ. ഇമാം അഹ്മദിനെ പോലെയുള്ള സ്വഹാബത്തിൽ നിന്ന് തന്നെ നിരവധി ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നേ ദിവസം എന്ത് ചെയ്യും? ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതായിരിക്കും, അവരുടെ രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ച രീതിയിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം എന്ത് ചെയ്യുന്നത്? പണിയെടുക്കുന്നത്, അല്ലെ? അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ ഒരു അവര് എനിക്ക് വേണ്ട, എനിക്ക് വേണം, അതിന്റെ അല്ലെങ്കിൽ മനോഹരമായ ഒരു
അതിന്റെ ആ ഒരു മനോഹരമായ ഹദീസ് കൂടി ഉണ്ടല്ലോ അല്ലെ? അതെ, ഒരു മനോഹരമായ അതെ ഹദീസ് അതെ. ഉണ്ടല്ലോ അതില്. അള്ളാഹു സ്വർഗത്തിൽ സുബ്ഹാനഹു ഇങ്ങനെ വതആല എന്താ സ്വർഗ്ഗക്കാർക്ക് എല്ലാം ലഭിച്ച ശേഷം അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാം ആയോ എന്ന്. അപ്പോ തൃപ്തിയായോന്ന് എന്നിട്ട് ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു തൃപ്തിയായോ എന്ന് ചോദിക്കും. അപ്പൊ അതെ, നമുക്ക് തൃപ്തിയായി എന്നുള്ള രീതി പറയുമ്പോൾ അള്ളാഹു ആകാശത്തെ ഒരു പ്രകാശം കാണിച്ചു കൊടുക്കുന്ന, അപ്പൊ അതിലേക്ക് നോക്കും, ഇതാണ് അള്ളാഹു എന്ന് ചോദിക്കും. ഇല്ല, അത് അള്ളാഹുവിന്റെ വരവറിയിക്കുന്ന പ്രകാശം മാത്രമാണെന്ന്. പിന്നെ അള്ളാഹുവിനെ കാണുമ്പോൾ അതാണ് ഉജൂഹു യൗമ ഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അന്ന് ആ അള്ളാഹുവിനെ കാണുന്ന നിമിഷം പിന്നെ വേറെ സ്വർഗത്തിലുള്ള ഒന്നും അവർക്ക് വേണ്ടാത്ത അവസ്ഥയാവുന്ന, അതാണ് ഏറ്റവും വലിയ എൻജോയ്മെന്റ്. അതിനു വേണ്ടിയിട്ടാണ് അതെ അതെ. മുസ്ലിമീങ്ങൾ പണിയെടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ. അപ്പൊ അവർക്കിത് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും അതെ വലിയ അട്രാക്ഷൻ. അപ്പൊ അല്ല, അത് മാത്രമല്ല എന്താ വേറെ പറയാ, അത് ഇത് ഇവര് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫീലിംഗ് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ എന്താണ് സ്വർഗത്തെ കാണുന്നത് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. ഇവര് ഈ ഭൗതിക ലോകത്ത്, അത് ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് ചിന്തയുടെ പരിമിതി ഉണ്ട്. ഇവര് ഭൗതിക ലോകത്ത് ഇവർ ഈ വേശ്യാലയവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ട് ഇവരുടെ ബ്രെയിനിൽ ഫീഡ് ആയിട്ടുള്ളത് ഇതേ സാധനമാണ് അവിടെ ഉള്ളതെന്നാണ്. പ്രശ്നമുണ്ട്, മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്നതല്ല അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഒരു ദിവസം നമ്മൾ ഒരു ക്ലബ് ഹൗസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഏത്തിയസ്റ്റ് വന്നിട്ട്, ഞാൻ വേറൊരു സമയത്തോട് പറഞ്ഞിരുന്നത്, ഒരു ഏത്തിയസ്റ്റ് വന്നിട്ട് നമ്മളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു എക്സ് മുസ്ലിമാണ്, സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം സഹോദരിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എന്താ ചോദിക്കണ കാരണം, സ്വർഗത്തിൽ പോയാൽ അവൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടുമെന്ന് പറയുമ്പോൾ അവൻ പറയണം, നാളെ നിങ്ങൾ സ്വർഗത്തിൽ പോയി സ്വന്തം സഹോദരിയെ കൂടെ ബന്ധപ്പെടാൻ ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് ട്രോളാണ് ചോദിക്കുന്നത് നമ്മളോട്. അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞൊരു ഉത്തരം അത്രേ ഉള്ളൂ, നാളെ സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങളാണ്, നിങ്ങളല്ല. അതോടെ നിങ്ങൾ ബേജാറാവേണ്ട എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളല്ല പോണത്, ഞങ്ങളാ പോണത്. ഞങ്ങൾ ചോദിക്കൂല, ഞങ്ങള് മുസ്ലിങ്ങളാണ്. ഇല്ല കീരൻ സലാമൻ സലാമം. അവിടെ സലാമും സലാമും എന്നല്ലാതെ സമാധാനം സമാധാനം എന്നല്ല വേറൊരു കാര്യമുണ്ട്. സുഹൃത്ത് വാക്യൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ഒരു ദുർനടപ്പോ ഒരു മോശം വാക്കൊന്നും അവിടെ കേൾക്കില്ല എന്നുള്ളത്. ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും. ഇനി വേറൊരു കാര്യം ആഡ് ഹൃദയത്തിലിപ്പോ ചെയ്യാനുള്ളൂ. എന്താ എനിക്ക് തോന്നുന്നു, ഷാദ് ബ്രോ ആണെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഹൃദയ വിശുദ്ധിയെ കുറിച്ചിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എന്ത് ഇസ്ലാമിന്റെ ഷുറൂത്തുകൾ, അതായത് ഷർത്തുകളിൽപ്പെട്ടാണ് എന്ത് അശത്രു എന്തായിരുന്നു ആ ഹദീസിന്റെ ലഫ്ള് എനിക്ക് കിട്ടുന്നില്ല. അതായത് വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈമാന്റെ ഷർത്താണ്. അപ്പോ ഈമാന്റെ ഷർത്താണെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ നേരത്തും ഉളു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതല്ല. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അശുദ്ധിയായി നിൽക്കുന്ന സമയത്ത് ഇപ്പം മൂത്രവാർച്ചയുള്ള ആൾക്ക് നിസ്കരിക്കേണ്ടി വരും. അതല്ല അവിടുത്തെ ഉദ്ദേശം. അവിടുത്തെ ഉദ്ദേശം ഹൃദയവിശുദ്ധിയാണ്. ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് റബ്ബാണെന്ന് മനസ്സിലാക്കി അവന് വേറൊന്നിനും പങ്കു ചേർക്കാതെ ആ പൂർണ്ണ ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്യുന്ന, സൽപ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന, അറ്റൈൻ ചെയ്യുന്ന ഒരു ഇതാണ്. അവർക്കുള്ളതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. അതായത് ഹൃദയവിശുദ്ധി ഉള്ളവർക്കാണ് സ്വർഗം. അല്ലാതെ സഹോദരിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്കുള്ളതല്ല എന്ത്? സ്വർഗം. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ. അതാണ് ആ ഹദീസ്. എനിക്ക് കിട്ടുന്നില്ല. നല്ല വളരെ രസകരമായി എന്നല്ല, വളരെ നല്ലൊരു ഹദീസാണ്. കാരണം അൽഹംദുലില്ലാഹി തആല മീസാൻ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു വരുന്ന ഹദീസാണ്. നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് പറയാം. ഒരൊറ്റ കാര്യം ആഡ് ചെയ്യാം. അതിന് മുമ്പ് ഷാദിക്ക മൈക്ക് എടുക്കാണ്ടോ? സംസാരിക്കണോ ഷാദിക്ക? ഷഹീംക്ക ആരാണ് സംസാരിക്കുന്നുണ്ടോ? ആഡ് ചെയ്യുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? ക്ലിയർ. കേൾക്കാം, ക്ലിയർ ആണ്. ആ, ഈ ഒരു വിഷയത്തില് ഫസ്റ്റ് നിങ്ങൾ സംസാരിച്ച കാര്യം തന്നെ, അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹു ആണ്. സ്വർഗമെല്ലാം അതിന്റെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ ഭാഗം മാത്രമാണ് അത്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? പടച്ച തമ്പുരാന്റെ തൃപ്തി എനിക്ക് ലഭിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ അടുത്ത് നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ അള്ളാഹു മതി, അല്ലേ? ഹസ്ബി അള്ളാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് മതി. അപ്പോ ഒരു മുസ്ലിമിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിനെ ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സൂറത്തുൽ അനാമിലാന്ന് തോന്നുന്നു, ലഹും ദാറുസ്സലാമി എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. അവൻ അവരുടെ രക്ഷാധികാരി ആയിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമത്രേ അത്. ഇതാണ് ഇസ്ലാമിന്റെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള യഥാർത്ഥ കോൺസെപ്റ്റ്. നമുക്ക് ചുരുക്കി പറയുവാണെങ്കിൽ
അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ എന്താ ഉള്ളത്? സമാധാനത്തിന്റെ ഭവനമാണുള്ളത്. അപ്പോ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിച്ചാൽ അവന് കിട്ടാൻ പോകുന്ന സ്വർഗം എന്താണ്? അൾട്ടിമേറ്റ് സ്വർഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സമാധാനത്തിന്റെ ഭവനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമാധാനത്തിലേക്കാണ് ഒരു മുസ്ലിം യാത്ര ചെയ്യുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് പുരുഷന്മാർക്ക് അവിടെ സുന്ദരികളായ കൂട്ടുകാരികളെ ലഭിക്കും എന്ന് പറഞ്ഞാൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ പുരുഷൻ അത് ഹൈറായിരിക്കും. അവന്റെ സമാധാനത്തിന്റെ ലെവലിലേക്ക് സഞ്ചരിക്കുന്നതിൽ അത് ആവശ്യമായിരിക്കും. എന്നാൽ സ്ത്രീകളെ കുറിച്ച് നമുക്കറിയാം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരഘടനയിലുള്ള വ്യത്യാസം പോലെ തന്നെ അവരുടെ ചിന്താഗതിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 1+1 = എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും 2 എന്ന് പറയും. പക്ഷെ എല്ലാ കാര്യത്തിലും അവരുടെ അഭിപ്രായം എങ്ങനെയാണോ? ഒരു സംഭവത്തെ ഒരു ആണ് നോക്കിക്കാണുന്നതും ഒരു പെണ്ണ് നോക്കിക്കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രൂപപ്രകൃതിയിലുള്ള വ്യത്യാസം മാത്രമല്ല, അവരുടെ ചിന്താഗതിയിലും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഇപ്പൊ എന്റെ ഉമ്മച്ചിയുടെ ഉമ്മാടെ അടുത്ത്, എന്റെ ഉപ്പൂപ്പ മരണപ്പെട്ടു. എന്റെ ഉമ്മച്ചിയുടെ ഉമ്മ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രേം നസീറിനെ കല്യാണം കഴിപ്പിച്ച് തരട്ടെ എന്ന് ചോദിച്ചാൽ അവർ പേടിച്ചു പോകും. അവർക്ക് അവരുടെ ഭർത്താവിനെ മാത്രം മതി. ഈ ലോകത്തെ ദുനിയാവിൽ ഏറ്റവും വലിയ സുന്ദരനെ കൊണ്ട് കൊടുത്താലും ആ സ്ത്രീയുടെ മനസ്സിൽ, ആ വയസ്സായ എന്റെ വീട്ടിലുള്ള ഉമ്മുമ്മയുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലുത് അവരാ. അപ്പോ സ്ത്രീകൾ ചിന്തിക്കുന്നത് ഒരു രീതിയായിരിക്കും. അതേ സമയത്ത് എനിക്കറിയാവുന്ന പ്രായമായ ഉപ്പുപ്പമാരുണ്ട്, 3 വിവാഹം കഴിച്ച ആളുകളുണ്ട്. ആ 3 ഭാര്യമാരെ നല്ല രീതിയിൽ നോക്കിയ ആളുകളുണ്ട്. ഈ 3 ഭാര്യമാർക്കും അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള്. നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു വൈഫ് പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യന് എങ്ങോട്ടാ പോകുന്നത്, വീട്ടിലിരുന്നാ പോരെ. അദ്ദേഹം വേറെ 2 വിവാഹം കൂടി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് അതുകൊണ്ട് യാതൊരു പരാതിയില്ല. അപ്പോ ഇത് പെണ്ണിന് പറ്റുന്ന ഒരു സ്വഭാവ രീതിയാണ്, ആണിന് മറ്റൊരു സ്വഭാവ രീതിയാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം, സൃഷ്ടിച്ചവനെ അറിയൂ ഏത് കാര്യമാണ് ഒരാളെ സംതൃപ്തിയിലേക്ക് എത്തിക്കുക, അവരുടെ മനസ്സിൽ ഒരു നിർവൃതിയിൽ എത്തിക്കുക എന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയൂ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ സംതൃപ്തിക്ക് അല്ലെങ്കിൽ പുരുഷന്റെ ആ ഒരു പ്രോസസ്സിൽ കൂട്ടുകാരികൾ അവർക്ക് ചങ്ങാതിമാരായിട്ട് അവരുടെ ഇണകളായിട്ട് വരുന്നത് അവന് ആവശ്യമായിരിക്കാം. അപ്പോ ചുരുക്കി ഞാൻ പറയാം, അൾട്ടിമേറ്റ്ലി മുസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. എന്താണ് സമാധാനം? അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. സമാധാനം അടയാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം അത്രേ അത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതെ, വേറെ കാര്യോട് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അനുഗ്രഹങ്ങളുടെ നമ്മൾ എത്രത്തോളം നന്ദി കാണിച്ചാലും അള്ളാഹു നാളെ നൽകാൻ പോകുന്ന സ്വർഗത്തിന്റെ ഒരു 0.00001% പോലും ആവില്ല. കാരണം നമ്മൾ അത്യാവശ്യം സയൻസ് പഠിച്ചിട്ടുള്ള, അത്യാവശ്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നമുക്ക് അറിയാം, ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മള് അല്ലെങ്കിൽ നമ്മളുടെ ഈ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് അള്ളാഹു ഒരുക്കി തന്ന സൗകര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലായ കാര്യമാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, നമുക്ക് കൃത്യമായിട്ടുള്ള, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മളെ കണ്ണിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് മതി. കണ്ണിനെ കുറിച്ച് മാത്രം പഠിച്ച് റിസർച്ച് ചെയ്യുന്ന, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഉള്ള കാലഘട്ടമാണ്. അവർ പഠിച്ചാലും എത്ര പഠിച്ചാലും തീരില്ല. ഇനി ഒരു 100 നൂറ്റാണ്ട് കണ്ടിന്യൂസ് പഠിച്ചാലും ഈ കണ്ണിനെ കുറിച്ചുള്ള ഒരു പഠനം തീരില്ല. ഈവൻ നമ്മളുടെ ഒരു കോശത്തിനെ കുറിച്ച് പഠനം തീരില്ല, ഒരു ആറ്റത്തിനെ കുറിച്ച് പഠനം തീരില്ല. അത്രത്തോളം രഹസ്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള അള്ളാഹു ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും ഇതൊന്നും ഈക്വലായി വരുന്നില്ല. എന്നിട്ടും അള്ളാഹു നമുക്ക് നാളെ നൽകുന്ന ഒരു ഒരു ഗിഫ്റ്റാണ്. സത്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നൽകുന്ന ഗിഫ്റ്റാണ് സ്വർഗം എന്ന് പറയുന്നത്. അള്ളാഹു അല്ല നമ്മൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിചാരിച്ചിട്ട്, നേരത്തെ സ്ത്രീ പറയുന്ന പോലെ ഐ നോട്ട് എൻചാൻഡ് വിത്ത് ബൈ ദി ഐഡിയ ഓഫ് എന്ന് പറഞ്ഞില്ല, അങ്ങനെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയുന്ന സാധനം ഒന്നല്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു പച്ചക്കറി കടയിൽ പോയിട്ട് തക്കാളി 2 കിലോ പച്ചക്കറി സാധനം വാങ്ങണ പോലെ വാങ്ങണ സംഭവമല്ല ഇത്. അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ നമുക്ക് വേണ്ടിയിട്ട്, നമുക്കിന്ന് സത്യവിശ്വാസികളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന, അല്ലേ, ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അതിനനുസരിക്കുകയും അഹങ്കാരം കാണിക്കാതിരിക്കുകയും, ഒരു അണുമണിത്തൂക്കം പോലും അഹങ്കാരം കാണിക്കാതെ, അല്ലെ, ഇപ്പം ഈ അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ മൂക്കിയത് കൊണ്ടിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യണത്, അങ്ങനെ അഹങ്കാരത്തോട് സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ വീട്ടിൽ അങ്ങനെ തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ
എടുത്തു പറയാനുള്ള കാരണം അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്, നുണ പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ആ തരത്തിലുള്ള അഹങ്കാരത്തിനൊക്കെ ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ പോലും അള്ളാഹു എന്ത് ചെയ്യില്ല, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കല്ല എന്നുള്ളത് കൃത്യമായി കാണാൻ സാധിക്കും. കാരണം അഹങ്കാരം വലിയൊരു പ്രശ്നമാണ്, വലിയ പ്രശ്നം അഹങ്കാരം. അപ്പൊ ഞാൻ വലിയ സ്വയം പര്യാപ്തനായി, ഞാൻ വലിയ ആളാണ്, എനിക്കിനി പടച്ചോൻ വേണ്ട, തനിയെ പൊട്ടി മുളച്ചുണ്ടായി, ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം, പടച്ചോനില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഈ അഹങ്കാരത്തിന്റെ ഭാഗം അതുകൊണ്ട് വരുന്നതാണ് ഈ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ. അപ്പൊ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഈ സ്വർഗം അതൊന്നും വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമല്ല ചുമ്മാ ഡയലോഗ് അടിക്കാം, 2, 5, 6 ആൾക്കാരെ മുമ്പിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടി ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് മനസ്സിലാക്കുക. ഇനി ഷാദുക്ക ആഡ് ഞാൻ ചെയ്യാനുണ്ടോ? ഒരു പോയിന്റ് ആഡ് ചെയ്യണ്ടേ. അതായത് ആ പറയൂ. നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ കണ്ണിനെ പറ്റി പഠിച്ചാൽ തീരൂല, മറ്റേ ചെവിനെ പറ്റി പഠിച്ചാൽ തീരൂല. അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും കണ്ണിനെ പറ്റി സ്പെഷ്യലിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ കൈനെ പറ്റി ഒരുമിച്ച് സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റൂല. ഒറ്റ പണി ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് പല്ലെന്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. അപ്പൊ അത് ഞാൻ ശരിയാക്കാൻ വേണ്ടി പണ്ട് സൈക്കിളിൽ കൊണ്ട് പൊട്ടിയതാണ്, അത് ശരിയാക്കാൻ വേണ്ടി പോയപ്പോ ഉള്ളിൽ ഒരു ചെറിയൊരു കേട് വന്ന വിഷയം ഞാൻ കാണിച്ചു. ആ സമയത്ത് 2 വിഷയമുണ്ട്, ഒന്ന് മുമ്പത്തെ പല്ല് പൊട്ടിയതും ഉള്ളിലെ പല്ല് കേടുവന്നു. ഈ 2 വിഷയത്തിൽ മാത്രം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വല്ലാഹി ഞാൻ അള്ളാഹിന്റെ കുദറത്തെ പറ്റി ചിന്തിച്ചു പോയി. കാരണം ചെറിയൊരു പ്രശ്നം പറ്റിയപ്പോ അതിന്റെ പ്രതിവിധി എന്ന് അയാൾ പറയുന്നത്, അതിന് അങ്ങനെ ചെയ്യണം, അതിന് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്. 29 വർഷമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രശ്നവും ഇല്ലാണ്ട് എനിക്ക്, ഞാൻ വില കൽപ്പിക്കാത്തൊരു സാധനത്തിന് ചെറിയൊരു പോറൽ വന്നപ്പോൾ ഞാൻ അള്ളാഹിന്റെ കുദറത്തിനെ ആലോചിച്ചത് എന്ത്, അയാൾ ഇതിന്റെ ഈ ഒരു നാച്ചുറലായിട്ട് അള്ള തന്ന സാധനത്തിന്റെ പോരായ്മയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് അയാൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ്, ഷാഹിൻക്കാൻ തോന്നുന്നു ഒരു വീഡിയോ ചെയ്തായിരുന്നു, മറ്റേ പോത്തിന്റെയോ കണ്ണെടുത്തിട്ട് അതിന്റെ റെറ്റിനെയും അതിന്റെ ലെൻസും കാണിക്കുന്ന സാധനം. സുബ്ഹാനല്ല, ഞെട്ടിപ്പോവും ആ സാധനം കണ്ടാൽ. അപ്പൊ നമ്മുടെ കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായില്ല, നമ്മുടെ ചെവിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായാല്, നമ്മുടെ കൈക്ക് ഷോൾഡറിന് ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഞാന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഭയങ്കര റിസർച്ചിലും ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് അവനോട് ഞാൻ തടി കുറക്കുന്ന വിഷയത്തിൽ ഒരു ഉപദേശം ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു പ്രോട്ടീൻ വിറ്റമിൻ കാലറീസ് ഇൻടേക്ക് കുറച്ചാൽ മതിയോ. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇപ്പോ ഡെയിലി 500 കാലറീസ് കഴിക്കുന്നുള്ളൂ. എക്സാമ്പിൾസ് ആണ്, അവൻ പറഞ്ഞതും കോട്ടല്ല, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഡെയിലി 500 കാലറീസ് ആണ് നീ കഴിക്കുന്നത്. ആ സമയത്ത് നീ ഇത് 500 കഴിച്ചതിന്റെ പേരിൽ നിന്റെ തൂക്കം 100 ഗ്രാം കുറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ദിവസം നീ 500 കഴിച്ചാൽ ചിലപ്പോൾ നാളെ 100 കുറയൂല, 90 കുറയൂ. കാരണം അവിടെ ശരീരം അഡാപ്റ്റ് ആവാണ്. ഓക്കെ, 500 കിട്ടുള്ളൂ, അതിനനുസരിച്ച് ശരീരം പണിയെടുക്കുകയാണ്. കാരണം കുറഞ്ഞു വരുന്ന സമയത്ത്, ഭക്ഷണം കുറഞ്ഞു വരുന്ന സമയത്ത് തൂക്കം കുറഞ്ഞ് ശരീരം മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് ശരീരം മുൻകണ്ടിട്ട് ആ രീതിയിൽ ശരീരം തന്നെ ഉള്ളിൽ തന്നെ പ്രിപ്പയർ ആയിട്ട് അതിനെതിരെ പൊരുതാണ്. 90 കുറയുള്ളൂ, പിന്നെ അടുത്ത ദിവസം 500 കഴിച്ചാൽ 80 കുറയുള്ളൂ. ആ രീതിയിൽ പിന്നീട് 500 കാലറി ഒരു ദിവസം കഴിച്ചാൽ പോലും തടി കുറയാത്ത രീതിയിൽ ശരീരം സ്വയം അഡാപ്റ്റ് ആവും. ഷാദെ ആ ഹലോ, ഇപ്പൊ ആ നീ പറഞ്ഞു. പറഞ്ഞില്ലേ എനിക്ക് ഇടയ്ക്ക് തടി വെച്ചായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഭക്ഷണം വളരെ അങ്ങ് കുറച്ചു. വളരെ കുറച്ചെന്ന് വെച്ചാൽ രാവിലെ മുട്ടയുടെ വെള്ള, ഉച്ചയ്ക്ക് ജ്യൂസ്, അങ്ങനെയൊക്കെ ആക്കിയായിരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോ എന്റെ തൂക്കത്തിന് കുറവേ വന്നിട്ടില്ല. ആലോചിക്ക്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേക്കാം. ക്ലിയർ ആണ്. ആ ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചേ, എനിക്ക് കൊളസ്ട്രോൾ ലെവലും കുറച്ച് കൂടുതലായിരുന്നു, അതൊന്നും കുറഞ്ഞിട്ടില്ല, ഒരു അനക്കവും ഇല്ല ഇതിനൊന്നും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഇത്രയും നാളും ചെയ്ത പണി എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്ഷണം കിട്ടാതായപ്പോ ശരീരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ശരീരം ലിവറിനൊക്കെ അങ്ങോട്ട് സന്ദേശങ്ങൾ കൊടുത്തിട്ട് ഇവന് ഭക്ഷണം കിട്ടുന്നില്ല, അതുകൊണ്ട് ആ പഴയ സാധനം ലിവറൊക്കെ തന്നെ മാക്സിമം കൊഴുപ്പൊക്കെ ഉണ്ടാക്കുക. ഞാൻ കഴിച്ചില്ലെങ്കിലും ആ സാധനം ശരീരം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. നമ്മള് അതായത് ഞാൻ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും ജീവിക്കുന്ന വേറെ, നമ്മൾ ശരീരം പ്ലാൻ ചെയ്യുന്ന വേറൊന്ന്. ശരീരം ചിന്തിക്കുന്ന ഇങ്ങനെയാ, ഇവന് ഭക്ഷണം കിട്ടുന്നില്ല, ഇവനിപ്പൊ എന്തോ സംഭവിക്കും, അതുകൊണ്ട് മക്കളെ മാക്സിമം ഉണ്ടാക്കിക്കോ, അവനെ നമുക്ക് രക്ഷിക്കണം. അതാണ് ശരീരത്തിന്റെ ചിന്ത. നമ്മൾ ഇപ്പൊ ആലോചിക്കണ തടി കുറക്കാന്. ഈ വയറ് എനിക്ക് ഇതേപോലെ വെക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ വയറ് കുറക്കുന്നത് നമുക്കിപ്പോ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാളിപ്പോ ഒരു മനുഷ്യന്, ഞാൻ അള്ളാന്റെ കുതിരത്തോട് പറയാനട്ടാ പറയുന്നത്, വിഷയത്തിൽ തെറ്റുമാറാണെങ്കിൽ എന്നെ കൈൻഡ്ലി ഗൈഡ് മീ. അപ്പോ ഒരു മനുഷ്യന് 2500 കാലറീസ് ഒരാൾക്ക് ഒരു ദിവസം വേണ്ടെങ്കിൽ അത്രേ വേണ്ടു. അപ്പൊ നമ്മളൊരു 4000 കാലറി കഴിച്ചാൽ ശരീരം 2500 ഉപയോഗിച്ചിട്ട് ബാക്കി 1500 സ്റ്റോർ ചെയ്യും. എന്തിന്?
ഇനി എപ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്ന് ശരീരത്തിന് അറിയില്ല. അപ്പൊ ഞാൻ മരിക്കാതിരിക്കാനും അള്ളാഹുവിന്റെ ആ ഒരു സെറ്റപ്പ് നോക്കുക. ഈ ഒരു നമ്മൾ സിമ്പിളായി കാണുന്ന ഈ മനുഷ്യന്റെ ഒരു വയറിന്റെ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കാനും വയറ് നിറക്കാനും ആസ്വാദനത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ എന്താ പറയാ സെറ്റപ്പാന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ഈ അനുഗ്രഹങ്ങൾ പറയാൻ കാരണം ഇതൊന്നും സ്വർഗത്തെ കാണുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും സ്വർഗം. ഈ സ്വർഗത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ സ്വർഗം എനിക്ക് വേണ്ടാന്ന് അള്ളാഹു അവളുടെ വായിന്ന് വരുത്തിച്ചത്, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. കോടാനുകോടി കണക്കിന് വർഷം അള്ളാഹു നമ്മുടെ എല്ലാവരും സ്വർഗത്തിലാക്കുമാറാവട്ടെ. സ്വർഗത്തിൽ കയറി 1000 കോടി അല്ലെങ്കിൽ കോടാനുകോടി വർഷം നമ്മൾ സ്വർഗത്തിന് ആസ്വദിച്ച് കഴിഞ്ഞാലും അവിടുന്ന് അറിയിക്കപ്പെടും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്ന ദുനിയാവിൽ ഏറ്റവും ആൾക്കാർ മനസ്സിലാക്കാതെ പറയുന്ന ഒരു തെറ്റ്, വൺ ഓഫ് ദ കളവുകളാണ് ഫോർ എവർ. ഏത് ആഖിറത്തിന്റെ വിഷയമല്ല, ഐ ലവ് യു ഫോർ എവർ, അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ ഫോർ എവർ എന്നുള്ള കാര്യം. ഫോർ എവർ എന്നുള്ള കാര്യം ആഖിറത്തിന്റെ വിഷയമാണ്. ആസ്വാദനമാണെങ്കിൽ അങ്ങനെ, ശിക്ഷയാണെങ്കിൽ അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെ, അപ്പൊ ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിയില്ലായ്മയാണ് സത്യത്തില്. ഞാൻ വേറൊരു ഒറ്റ എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പൊ ഞാന് ഈ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ സ്കാനിങ്ങിന് പോയ സമയത്ത് ഇപ്പൊ കുഞ്ഞ് വയറിന്റെ അകത്ത് കിടക്കുന്ന ഒരു സീന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇത് സോ അമേസിങ്. നമ്മൾ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഒരുപാട് വട്ടം അല്ലാഹു അക്ബർ പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കടക്കാനുള്ള, നമുക്ക് ബേജാറുണ്ടാവും, നമ്മളെ കുട്ടിക്ക് വല്ല സംഭവിക്കും എന്നുള്ള ബേജാർ നമുക്ക് ഉണ്ടാവുമല്ലോ. ആദ്യത്തെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് നമുക്ക് എങ്ങനെയാണ്, അവൾ ഓസ്ട്രേലിയയിലെ ഒറ്റക്കാണ്, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് സ്കാനിങ് കണ്ടപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അത് സ്കാൻ ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഈ ഒരു സാധനം എന്താണ്, ഇതെന്താണെന്ന് തൊട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നെ സ്ക്രീനിൽ. അപ്പോൾ ആൾ പറഞ്ഞത് ഇതൊരു മെത്ത പോലെ സംഭവമാണ്, പഞ്ഞി പോലെ, അത് കുഞ്ഞിന് കിടക്കാനൊക്കെ. മറ്റത് വെള്ളം പോലെ അത് കുഞ്ഞിന് വൈബ്രേഷൻസ് ഒന്നും കുഞ്ഞിന് അറിയില്ല, ഫീൽ ചെയ്യില്ല. നമ്മളെ കുഞ്ഞിനെ ഒഴുകി നടക്കുള്ളില് കുഞ്ഞിനുള്ള ഭക്ഷണം കൃത്യമായിട്ട് എത്തും. അങ്ങനെയൊക്കെയുള്ള കോയിൽ അതെല്ലാവരും കാണിച്ചു തന്നപ്പോൾ ഞാനിങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഞാനിപ്പോ നടക്കുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോ പടച്ചോനില്ല എന്ന് പറയണ ഞാൻ എത്ര നന്ദി കെട്ടവനാണ്. നന്ദി ഇല്ലാത്ത അവൻ ആ ലെവലിലായിരിക്കും നമ്മളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക് ആ സിറ്റുവേഷന് ആലോചിക്കുമ്പോ, അല്ലെ? നമ്മുടെ നിസ്കാരത്തില് നമ്മുടെ സുജൂദൊക്കെ ഇല്ലേ, ഞാൻ കുറച്ച് നാള് മുന്നേ ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നു, പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഏതോ ഒരു ആലിമിന്റെ സംസാരമാണ്, പഴയ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദ പെർഫെക്റ്റ് ഫീറ്റൽ പൊസിഷൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജൂദിനെ കുറിച്ചിട്ട്. അപ്പൊ എനിക്ക് ഏകദേശം കുറച്ച് മനസ്സിലായി. ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കൂലേ നോർമലി, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ നോർമലി പ്രസവിക്കില്ലേ, പ്രസവിച്ചു വരുമ്പോ ആ കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ. കുഞ്ഞ് ഇങ്ങനെ വേണം പുറത്തേക്ക് വരാൻ, ഇങ്ങനെ വന്നാലാണ് ഇത് ഏറ്റവും നല്ല, ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഉന്നതമായ പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു കുഞ്ഞ് പുറത്തേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല പൊസിഷൻ ഏതാണെന്ന് നോക്കുമ്പോ ആ പൊസിഷനും നമ്മൾ സുജൂദിലേക്ക് പോകുന്ന പൊസിഷനും സെയിമാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മനസ്സിലായി. നിങ്ങൾ നോക്കിയാൽ പെർഫെക്റ്റ് ഫീറ്റൽ പൊസിഷൻ എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ മതി, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കുഞ്ഞ് എങ്ങനെയാണോ മാതാവിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, തലയുടെ ഭാഗം, 2 കൈകള്, കാല്, ശരിക്കും ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ എടുത്ത് നമ്മളൊരു പായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് സുജൂദിൽ കിടക്കുന്ന പോലത്തെ ഒരു പ്രകൃതിയിലായിരിക്കും ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതെ ഹലോ. അതെ, മനസ്സിലായി. അപ്പൊ അതിനുശേഷം ഞാൻ കേൾക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മളാ കാണിക്കുന്നത് എന്താ, നമ്മൾ 2 കാലിൽ നടന്ന് നിസ്കാരപ്പായയിൽ പോയി നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ തല താഴ്ത്തി നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മള് റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. നമ്മൾ പതിയെ ഒരു പുഴുവിനെ പോലെ കിടക്കുമായിരുന്നു, അതിനുശേഷം നമ്മൾ കമന്നു, അതിനുശേഷം നമ്മൾ മുട്ടയിൽ നടക്കാൻ തുടങ്ങി, പതിയെ എണീറ്റ് നിൽക്കാൻ തുടങ്ങി, 2 കാലിൽ നടക്കാൻ തുടങ്ങി, അല്ലെ?
രണ്ട് കാലിൽ നടക്കുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ മാറി. അതിനുശേഷം റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ ആ പഴയ നമ്മൾ ആരായിരുന്നു എന്ന് സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും ആ സുജൂദിലേക്ക് പോകുന്നത്. ഞാൻ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ നിസ്സാരനായിരുന്നു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഇതുപോലെയായിരുന്നു. വെറുതെ നിൽക്കുന്ന നമ്മള്, രണ്ടു കാലിൽ നിൽക്കുന്ന നമ്മൾ അള്ളാന്റെ മുമ്പിൽ സുജൂദിലേക്ക് വീഴുമ്പോൾ അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നതും. അപ്പൊ ഞാനിത് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. ഇത് വെറുതെ നിസ്കാരത്തിന്റെ സ്റ്റെപ്പുകൾ ഇത് വെറുതെ യാദർശികമായിട്ടൊരു സ്റ്റെപ്പുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഷൈമിക്ക ഇതിലേ പറഞ്ഞ സമയത്ത് നേരത്തെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വീഡിയോയിലെ പിന്നെ സ്വർഗം ആണുങ്ങളുടേതാണെന്ന് പറയുമ്പം അതിന്റെ ഒരു മറുവശം ഉണ്ടല്ലോ. എനിക്കൊന്ന് നമ്മുടെ ഈ ചാനലിൽ തന്നെ നേരത്തെ ആരിഫിന് മറുപടിയായിട്ട് ചർച്ച ചെയ്തൊരു സംഗതിയാണ്. അതിന്റെ ഒരു മറുവശം എന്താ അവർ പറയണതെന്ന് വെച്ചാല് നരകത്തിൽ കൂടുതൽ നരകം പെണ്ണുങ്ങൾക്കാണ്, സ്വർഗ്ഗം ആണുങ്ങൾക്കാണ്. അപ്പൊ നരകം പെണ്ണുങ്ങൾക്ക് ഒരുക്കി വെച്ചെന്നുള്ള നിലക്ക നരേഷനാണ് അവർ പറയുന്നത്. സത്യത്തിലേ നമ്മളതിന്റെ ഹദീസ് പരിശോധിച്ചപ്പോൾ കേൾക്കാമല്ലോ ഞാൻ പറയണേ. കേൾക്കാം. ഹദീസ് പരിശോധിച്ചപ്പോഴേ പിന്നെ പ്രവാചകൻ ഒരു പെരുന്നാൾ നിസ്കാരത്തിലാണ്, തെറ്റാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ, പെരുന്നാൾ നിസ്കാരത്തിലാണെന്ന് തോന്നുന്നു ഹുതുബ പറഞ്ഞുകൊണ്ടിരുന്ന് അവിടുന്ന് ആണുങ്ങളെ ഭാഗത്ത് ഹുതുബ കഴിഞ്ഞ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയിട്ടാണ് പറയുന്നത്, സ്ത്രീകളെ നിങ്ങൾ കൂടുതൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, കാരണം നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടതെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ചോദിക്കണം എന്തുകൊണ്ടാണ് പ്രവാചകർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് അവരവരുടെ ഭർത്താവിനോട് അൺഗ്രേറ്റ്ഫുൾ ആയിട്ട്, ഭർത്താവ് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നന്ദിയില്ലാത്തവരായിരിക്കുന്ന ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഒരു പറയുന്നത് സ്ത്രീ വിരുദ്ധതാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ പിന്നെ നേരെ സ്ത്രീകളോട് പോയിട്ടല്ല സംഗതി പറഞ്ഞത്, ആണുങ്ങൾക്ക് കുറച്ച് ഉപദേശം കൊടുത്തിട്ടാണ് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതെന്താന്നുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് ഗ്രേറ്റ്ഫുൾ ആവുക, സ്നേഹമുള്ളവളാവുക, നന്ദിയുള്ളവളാവുക എന്ന് പറയുമ്പം ഇസ്ലാം കുടുംബ ബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണത്. ഇപ്പം ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ, ഭർത്താവിന് ഒതുങ്ങി ജീവിക്കുന്ന ഭാര്യ, അതൊക്കെ ആരും ആഗ്രഹിക്കുന്ന, ഒരു നല്ലൊരു കുടുംബം ആഗ്രഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, ഈവൻ വിശ്വാസികളല്ലാത്തവർ പോലും. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഭദ്രമായ ഒരു കുടുംബമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതേ സ്ഥാനത്ത് മറുവശത്ത് നിൽക്കുന്നവർ ലിബറലിസം ആവട്ടെ, മുതലാളിത്തമാവട്ടെ, ക്യാപിറ്റലിസം ആവട്ടെ, ഇവരൊക്കെ ഒരു കുടുംബം പൊളിഞ്ഞാലേ ഇവർക്കുള്ള വല്ല അജണ്ടകളൊക്കെ നടപ്പിലാവും. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സുഭദ്രമായ കുടുംബം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം തന്നെ അവിടെ ഒരു അനുസരണമുള്ള ഒരു ഭാര്യ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നാമത്തെ. രണ്ടാമത്തത് പ്രവാചകൻ നേരെ പെണ്ണുങ്ങളുടെ അടുത്തേക്കല്ല വന്ന് പറയുന്നത്, അതിന് മുമ്പ് ആണുങ്ങൾക്ക് കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ പ്രധാനപ്പെട്ട എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്നും, ആണുങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ആണുങ്ങൾക്ക് സ്വർഗത്ത് പോകണം എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കുടുംബത്തിന്റെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം, രാഷ്ട്രത്തിന്റെ കാര്യം നോക്കണം, ദാവത്ത് ചെയ്യണം, ജോലിക്ക് പോകണം, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ തീർക്കണം, പിന്നെ ശത്രുക്കളാകത്തു നിന്ന് രാജ്യത്തെ രക്ഷിക്കണം. അങ്ങനെ 100,000 ഉത്തരവാദിത്തങ്ങൾ ആണുങ്ങൾക്ക് കൊടുത്തിട്ട് ആണുങ്ങൾ സ്വർഗത്ത് പോകണമെങ്കിൽ പെണ്ണുങ്ങൾക്കോ വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ. എനിക്കൊന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ മതമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് എളുപ്പത്തിൽ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റും. ആണുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ ഓർത്തെ ഒരു ഹദീസ് എന്റെ ശ്രദ്ധയിൽ പണ്ട് പെട്ടിട്ടുണ്ട്. ഹദീസ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് ഒരു സ്ത്രീ നരകത്തിൽ പോവാണെങ്കിൽ അവരുടെ കൂടെ സ്വന്തം പിതാവിനെയും സഹോദരനെയും ഭർത്താവിനെയും അങ്ങനെ ഒരു ഗ്രൂപ്പ് പുരുഷന്മാരെയും അവര് നരകത്തിലേക്ക് എത്തിക്കും. കാരണം അവർക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല, അവർ കൃത്യമായ താക്കീത് കൊടുത്തില്ല. അങ്ങനെ ആശയം വരുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഉറപ്പില്ല. ആശയത്തിലെ ഹദീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഹദീസിലേക്ക് കിടക്കാതെ ഖുർആനിൽ തന്നെ ആയത്തുണ്ട് ഒരു വിഷയത്തിൽ. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ആയത്തുണ്ട്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജുൽ ജാഹിലിയ്യത്തിൽ ഊല വഖീമുസ്സലാത്തി വആതൈന സകാത്തി വഅതിഅന അല്ലാഹ വറസൂല. ഇതെന്താണ് അവരോട് പറയുന്നത്? നിങ്ങൾ ജാഹിലിയത്തിലുള്ള പോലത്തെ നടക്കരുത്. ജാഹിലിയത്തിലെ നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഇസ്ലാമിക് അറയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തേനേക്കാൾ മോശമാണ്, ഇന്നത്തേനേക്കാൾ നല്ലതാണ്. കാരണം അവരെന്ത് ചെയ്തിരുന്നില്ല, നബി അവര് ഇങ്ങനെ റോട്ടിലിരുന്ന് വ്യഭിചരിക്കുവോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ആ ആൾക്കാർ. അപ്പൊ അങ്ങനെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനെയാണ് ജാഹിലിയത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അവരോട് എന്ത് പറയാം? വഖീമുന സ്വലാത്ത, നിങ്ങൾ നിസ്കരിക്കുക, വാതൈന സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കുക, അത്തിഅന അല്ലാഹ വറസൂലി, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക. ഇത്രേ ഉള്ളൂ സ്ത്രീകളോട് പറയുന്നത്, ഇതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുക, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, ഇത്ര വിഷയങ്ങളെ. പക്ഷെ വളരെ എളുപ്പമാക്കി കൊടുത്തു. ഞാൻ കോഴിക്കോടും പെരുമ്പാവൂരും എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഖുർആനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ സമയത്ത്
ഓരോ സെക്ഷനിലും സ്ത്രീകൾ വരുമ്പോൾ ഞാൻ പുരുഷന്റെയും സ്ത്രീയുടെയും നട്ടലിന്റെ ഭാഗം എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സ്ത്രീകളോട് പറഞ്ഞു, ഒരുപാട് പേര് വന്നു, ഏകദേശം 3 സ്ഥലത്ത് നടത്തിയിരുന്നു, 3000-ന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിൽ കരഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോടും പെരുമ്പാവൂരൊക്കെ സ്ത്രീകൾ കരഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, പുരുഷന്റെ നട്ടലും സ്ത്രീയുടെ നട്ടലും നിങ്ങൾ കണ്ടോ, ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതൊരിക്കലും സമത്വം ഉള്ളതല്ല, പക്ഷെ ഇതിന്റെ രണ്ടിന്റെ മഹത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞു. അവർ കരയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു, തളർന്നു കിടക്കുന്ന ഒരാൾക്കും നിസ്കാരം നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ സ്ത്രീകൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയത്ത്, നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണോ? നിങ്ങളോട് നിർബന്ധമായിട്ട് അത് മടക്കി നിസ്കരിക്കാനുള്ള എന്തെങ്കിലും കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല, കേട്ടിട്ടില്ല. തളർന്നു കിടക്കുന്ന ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്തൊരു കാരുണ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ആദ്യം ഞാൻ വെറുതെ സാധാരണ രീതി ചോദിച്ചാണ്, പക്ഷെ സ്ത്രീകൾ കരയുന്നത് കണ്ടപ്പോ ഓരോ സെക്ഷനിലും ഞാൻ ഇത് തന്നെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അത് ഒരുപാട് അപ്പോഴാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അള്ളാഹിന്റെ ഒരു അനുഗ്രഹമാണല്ലോ ഞങ്ങൾക്ക് പടച്ചോൻ തളർന്നു കിടക്കുന്നവന് കൊടുക്കാത്തൊരു അനുഗ്രഹമാണ് സ്ത്രീകൾക്ക് എല്ലാ മാസവും കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഇതിലെ വേറൊരു പ്രത്യേകം നമ്മളെ ആളുകളോട്, ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയുന്ന വിഷയം എന്താ വെച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നേരായ മാർഗം എന്ത് ചെയ്യുക, ചോദിക്കുക. റബ്ബിനോട് നേരായ മാർഗം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന നമ്മുടെ ദുആ, അത് ആത്മാർത്ഥതയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരിക്കലും, നേരായ മാർഗത്തിൽ നിന്നൊരിക്കലും റബ്ബ് എന്ത് ചെയ്യില്ല, നമ്മളെ വേർപിടിച്ചു വിടില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ആത്മാർത്ഥത കാണിക്കാൻ, നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, അതിന്റെ സോഴ്സിൽ നിന്നാണ്. ഈ ഇസ്ലാമിന്റെ വിഷയങ്ങൾ നമ്മളിപ്പോ ഒരിക്കലും MBBS കാരനോടല്ലാതെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യില്ല, മെഡിക്കൽ വിഷയങ്ങൾ സംശയം ചോദിക്കുക, അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക ചെയ്യില്ല. അതുപോലെ ഇസ്ലാമിന്റെ വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഇസ്ലാമിന്റെ അഹ്ലുകാരോട് ചോദിക്കുക, അതിന്റെ ആൾക്കാരോട്, അഹ്ലുൽ ഇൽമിനോട്, ഇൽമിന്റെ ആളുകളോട്, അതിന്റെ വിജ്ഞാനത്തിന്റെ ആളുകളോട് ചോദിക്കുക. ഇൽമിന് തന്നെ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്, നമ്മൾ ആരോട് ചോദിക്കണം എന്നുള്ളത്. കാരണം ചിലപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചറിയുന്ന ആൾക്കാരുണ്ടാവും. അവരോട് ചോദിക്കുന്നത് എന്തായിരിക്കും, ഒന്നും അറിയാത്ത ആൾക്കാരോട് ചോദിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം അവർ ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള എന്തായിരിക്കും, ജഹല് മുറക്കബ് എന്ന് പറയും. അതായത് അതിന്റെ ഉൾട്ടയായിട്ടുള്ള, അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമായിരിക്കും പഠിക്കുക. ചിലപ്പോൾ അവർക്ക് ഷെക്ക് ഉണ്ടാവും, അതിൽ ഡൗട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അതിൽ ലൊന്നുകൾ, അതിൽ അവര് ഊഹങ്ങൾ കടത്തി വെച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും നമ്മൾ ചോദിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് യഥാർത്ഥ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു വിഷയമാണ്, സ്വർഗം സത്യമാണ്, മരണം സത്യമാണ്. അന്നാറു ഹക്കുൻ ജന്നത്തു ഹക്കുൻ വൽ മൗത്തു ഹക്കുൻ. അപ്പൊ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, അതേപോലെ തന്നെ മരണം സത്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനുഭവിക്കാൻ പോകുന്ന ലോകമാണ്. എന്തായാലും നമ്മൾ മരിക്കും. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യുക, നമ്മളിത് പഠിക്കുക, മനസ്സിലാക്കി അതിന്റെ സത്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ വിഷയത്തിന് അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്നും ശൈത്താനിൽ നിന്നും മാത്രമാണ്. അതിന് നമ്മളോട് അള്ളാഹു എന്ത് ചെയ്യട്ടെ, അള്ളാഹു അവന്റെ ദീനോ ഇതിലെ ഒരു പങ്കാരല്ല, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തരാണ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും. ജുനൈദക്ക. അല്ല, ഇതന്നെ പറയാനുള്ളത്, നമ്മള് ഇവിടെ ഒരു ചർച്ച നടത്തുന്ന ആരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ഈ ചർച്ച നടത്തിയിട്ടുള്ളതും സംസാരിക്കുന്നതും. ഇത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ അവർക്കിത് കൃത്യമായിട്ട് മനസ്സിലാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പം ദീൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വിഷയം ഈ ഒരു ലിബറൽ വേൾഡിന്റെ ഈ ഒരു ഭംഗി കണ്ടിട്ട് അതില് കണ്ണ് മഞ്ഞടിച്ച് നിൽക്കാതെ റിയാലിറ്റിയിലേക്ക് ചിന്തിക്കുക, നമ്മുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുക, നമ്മൾ എന്തിനോട് വന്നു എന്നുള്ളതും നമ്മൾ ആരാണെന്നുള്ളതും നമ്മുടെ ജീവിതത്തിലെ പർപ്പസ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദിവസവും രാവിലെ എഴുന്നേൽക്കുക, നമ്മൾ ചിന്തിക്കുക. ഒരൊറ്റ ദിവസം ചിന്തിച്ചാൽ മതി, എല്ലാ ദിവസവും ചിന്തിക്കുന്നു വേണ്ട. ഒരു ദിവസം എഴുന്നേൽക്കുന്ന ആലോചിച്ചാൽ മതി, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, പണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, റിപ്പീറ്റ്. എന്തിന്? വൈ? ഇതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ സത്യത്തിൽ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, എന്റെ പർപ്പസ് ഉണ്ടാവും. ഈ ഒരു സാധനം മാത്രം പർപ്പസ് ആയിട്ടുള്ളൂ അല്ല. കുറെ സ്ത്രീകളെ വാങ്ങി നോക്കാനും, കുറെ ഈ ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾക്ക് വേണ്ടിയിട്ടും, കുറെ മദ്യം ലഹരി കടിച്ചുകൂട്ടി, ഇതാണ് ലൈഫ്. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ ശരീരത്തിന് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ കിഡ്നി, ഹൃദയം, നമ്മളുടെ ശരീരങ്ങളും നമ്മളുടെ ഈ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രത്തോളം ചിന്തിക്കും? ഒരു സാധാരണ ഒരു ജീവിക്ക് ഭൂമിയിൽ ജീവിച്ചു പോകാനായിട്ട്, ഇപ്പൊ അടുത്ത് നമ്മളൊരു വീഡിയോക്കകത്ത് കമന്റ് ഒരു സെക്കൻഡ് ഇട്ടിരുന്നത്,
നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മതം വേണല്ലേ, മതമില്ലാതെ ജീവിക്കാൻ പറ്റൂല അല്ലെ എന്നൊരു കമന്റ് ഇട്ടപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തത്, അതായത് മതം എന്ന് പറയുന്നത് ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ഒരു കട്ടും പറിച്ചു കട്ടു എടുത്തിട്ടും അല്ലെങ്കിൽ വിഭജിച്ചിട്ടും അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ടൊക്കെ ജീവിക്കാം. പക്ഷെ ആ ജീവിതം യഥാർത്ഥ ജീവിതമായി മാറില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് ഉയരണമെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇത്തിരി പർപ്പസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, പർപ്പസ് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ മതം എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള അത് സത്യമായ മതം വേണം. അത് കുറെ ഫേക്ക് സാധനം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം അഡിഡാസ് എന്ന ബ്രാൻഡിൽ ഒരുപാട് ഫേക്ക് ബ്രാൻഡ് ഇറങ്ങുന്നു, സെയിം ഫേക്ക് ഷൂ ഇറങ്ങുന്നുണ്ട്. ഇപ്പം അഡിബാസ്, അബിഡാസ്, അഡിസാസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇറങ്ങുന്നുണ്ടാവും. 100 രൂപക്ക് 500 രൂപക്കൊക്കെ നമുക്ക് തിരുപ്പൂര് പോയാലും റോഡ് സൈഡിലൊക്കെ കിട്ടും. അതല്ല, അതിന്റെ ഒറിജിനൽ ബ്രാൻഡ് ഉണ്ട്. അഡിഡാസ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയുള്ള സാധനം ഉണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ട്രൂ റിലീജിയൻ, വൺ ആൻഡ് ഓൺലി റിലീജിയൻ, ആ റിലീജിയൻ ഉണ്ട്. ആ റിലീജിയൻ അള്ളാഹു സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുകയും ലോകാവസാനം വരെയും യാതൊരു മാറ്റവുമില്ലാതെ അതിലൊരു വള്ളിയോ പുള്ളിയോ കൂട്ടിച്ചേർക്കാൻ പോലും മുസ്ലിങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ്. അപ്പൊ ഇവരുടെ വലിയ പ്രശ്നം അതാണല്ലോ, നമ്മൾ ഇസ്ലാമിലേക്ക് മാറ്റം വരുത്തുന്നില്ല എന്ന രീതിയിൽ. അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്നും ഒരേ നിയമങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മതം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുകയും ഈ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാതെ ഈ തരത്തിലുള്ള മൂക്കിങ്ങും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകളൊക്കെ നടിക്കാതെ ആ രീതിയിലല്ല ജീവിക്കേണ്ടത് എന്ന് ജസ്റ്റ് നോർമൽ ആയിട്ട് എല്ലാ സഹോദരങ്ങൾക്കും നസീഹത്തോടു കൂടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇനി വറൻ ബൈക്ക് എടുക്കുന്നുണ്ടോ? അല്ലെ ഷൈക്ക് മൈക്ക് എടുക്കുന്നുണ്ടോ? ഷാദൊക്കെ മൈക്ക് എടുക്കുന്നുണ്ടോ? അതോ കൺക്ലൂഡ് ചെയ്യണോ? എനിക്കിനി ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.